പ്രസംഗിക്കാൻ പോവുകയാണ് ഞാൻ. അവിടെ നിങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം എന്ന് ഞാൻ പറയുന്നില്ല. ക്രിസോസ്റ്റം തിരുമേനി പറയുമായിരുന്നു, ഞാൻ പ്രസംഗിക്കാണ്, നിങ്ങൾ പ്രാർത്ഥന നിർത്തണം. പ്രാർത്ഥന വളരെ ഏകാഗ്രപൂർവ്വം നമ്മൾ ചെയ്യുന്നൊരു കാര്യമാണ്, ചെയ്യേണ്ട കാര്യമാണ്. ദൈവവചന കേൾവിയും ഏകാഗ്രതയോടുകൂടെ ശ്രദ്ധാപൂർവ്വം നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യമാണ്. അപ്പോൾ തികഞ്ഞ ഏകാഗ്രതയോടും ശ്രദ്ധയോടും കൂടി ചെയ്യേണ്ടുന്ന രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് നമ്മളെ കൊണ്ട് ചെയ്യാനാവില്ല. ഈ കൺവെൻഷന് വേണ്ടി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിങ്ങളെല്ലാവരും വ്യക്തികളായും സമൂഹമായും ഇടവകയായും ഒക്കെ പ്രാർത്ഥിച്ചിരുന്നുവെന്ന് നിശ്ചയമായും എനിക്ക് ഉറപ്പുണ്ട്. തുടർന്ന് ഈ ദിവസങ്ങളിലൊക്കെ നമുക്കിവിടെ പ്രാർത്ഥന ഉണ്ടായിരുന്നു. ഇന്ന് നമ്മൾ പ്രാർത്ഥിച്ചു. ഈ പ്രാർത്ഥിച്ചതെല്ലാം ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന വചനത്തിന് വേണ്ടിയാണ്. അവിടെ ഇപ്പം ഇനി നമുക്ക് പ്രാർത്ഥന നിർത്തണം. അതുകൊണ്ട് നമ്മുടെ മനസ്സിനെ ഇപ്പോൾ നമ്മൾ ഏകാഗ്രമാക്കുന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ എന്തിനു വേണ്ടി പ്രാർത്ഥിച്ചോ ആ പ്രാർത്ഥനയുടെ ഫലം സംഭവിക്കാൻ വേണ്ടിയാണ്. ആ ഫലത്തിന് വേണ്ടിയുള്ള തികഞ്ഞ കാത്തിരിപ്പിൻ്റെ മനസ്സോടുകൂടെ ഏകാഗ്രതയോടെ ഇനി നമ്മൾ മനസ്സ് ഓർക്കുന്നത്, ചെവി കൂർപ്പിക്കുന്നത് ദൈവവചനത്തിന് വേണ്ടിയാവണം. നമ്മളെല്ലാവരും പ്രാർത്ഥന നിർത്തിയിട്ട് ദൈവവചനം കേൾക്കാനായിട്ട് ഒരുങ്ങണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് നിർവഹിക്കുന്നതായിട്ടുള്ള ഈ ദൈവവചന കേൾവി ഞങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹമായി തീരണം. ഞങ്ങളുടെ ഉള്ളിലെ ഇരുൾ മാറണം. ഞങ്ങൾ കൂടുതൽ പ്രകാശമുള്ളവരായി തീരണം. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് പുതിയ ദർശനങ്ങൾ ഉണ്ടാകുവാൻ ഞങ്ങളുടെ വചന കേൾവികൾ മുഖാന്തരമായി തീരണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ബുധനാഴ്ച ആരംഭിച്ച ഈ പുനലൂർ കൺവെൻഷൻ കോട്ടയത്ത് എൻ്റെ ഭവനത്തിലിരുന്ന് ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ദൈവവചനത്തിൻ്റെ ഉള്ളടക്കത്തിലും ആഖ്യാന ശൈലിയിലും വ്യത്യസ്ത സ്വഭാവമുള്ള 3 പ്രഭാഷണങ്ങളാണ് കഴിഞ്ഞ രാത്രികളിൽ നമ്മൾ കേട്ടത്. അവിടെ തന്നെ താരതമ്യത്തിന് കാര്യമില്ല, താരതമ്യത്തിന് പ്രസക്തിയില്ല. കൺവെൻഷൻ കമ്മിറ്റി നൽകിയതായിട്ടുള്ള അതാത് ദിവസങ്ങളുടെ വിഷയത്തെ ആസ്പദമാക്കി ഓരോ പ്രസംഗകരും അവരവരുടേതായിട്ടുള്ള ശൈലിയിൽ അവരവരുടേതായിട്ടുള്ള ഉള്ളടക്കത്തെ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിച്ചു. ഇതെല്ലാം തന്നെ അവയുടെ സ്വതസിദ്ധമായ രീതിയിലും ഭാവത്തിലും നമുക്കെല്ലാവർക്കും പ്രയോജനകരമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മളിങ്ങനെയുള്ള കൂടിവരവുകളെയൊക്കെ സാധാരണയായിട്ട് പല വാക്കുകൾ ഉപയോഗിച്ചാണ് സൂചിപ്പിക്കുക. കൺവെൻഷൻ 1, 2 ധ്യാനയോഗം, 3 ബൈബിൾ സ്റ്റഡി വേദപഠനം, 4 ഒരു സാധാ പ്രസംഗം, ആരാധന മധ്യയൊക്കെയുള്ള പ്രസംഗങ്ങൾ. ഇങ്ങനെ ഒരു 3-4 വാക്കുകളാണ് നമ്മൾ ഇതിനൊക്കെ ഉപയോഗിക്കുന്നത്. എന്നാൽ ഈ വാക്കുകളൊക്കെ തമ്മിൽ അർത്ഥത്തിൽ എന്താണ് വ്യത്യാസമെന്ന് കൃത്യമായി നമുക്കറിയാമോ എന്നെനിക്ക് സംശയമുണ്ട്. ഞാൻ ശുശ്രൂഷ ചെയ്തിരുന്ന ഒരു ഇടവകയിൽ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് അവർക്കൊരു ജൂലൈ ഓഗസ്റ്റ് മാസത്തിൽ ഒരു ധ്യാനവുമുണ്ട്, ജനുവരി മാസത്തിൽ ഒരു കൺവെൻഷനുമുണ്ട്. ഞാൻ ഇടവകയിൽ ചാർജ് എടുത്തു. ആദ്യ വർഷമാണ്. ഈ പ്രോഗ്രാംസിൻ്റെയൊക്കെ പ്ലാനിങ് കമ്മിറ്റി കൂടി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, എന്താണ് ഈ ധ്യാനയോഗവും കൺവെൻഷനും തമ്മിലുള്ള വ്യത്യാസം? കുറച്ച് സമയത്തേക്ക് ആരും ഒന്നും മിണ്ടിയില്ല. അത് കഴിഞ്ഞപ്പോൾ കമ്മിറ്റിയിലെ ഒരു മുതിർന്ന ആൾ എഴുന്നേറ്റ് വളരെ ഗൗരവമായി, അത് തമാശയായിട്ടില്ല, ഗൗരവം വെച്ചാൽ കൺവെൻഷന് മൈക്കുണ്ട്, ധ്യാനയോഗത്തിന് മൈക്കില്ല. അതാണ് ധ്യാനയോഗവും കൺവെൻഷനും തമ്മിലുള്ള വ്യത്യാസം. അത് വളരെ ഗൗരവമായിട്ട് അവരുടെ ധാരണ പങ്കുവെച്ചതാണ്. ഇത് അദ്ദേഹത്തെ ഒരു പരിഹസിക്കാനോ ചെറുതാക്കാനോ വേണ്ടി ഞാൻ പറഞ്ഞതല്ല. ഞാൻ പറഞ്ഞത് എന്താണ് ഇതിലൊക്കെ കൂടെ നമ്മൾ അർത്ഥമാക്കുന്നത്, ഈ വാക്കുകളിലൂടെ നമ്മൾ അർത്ഥമാക്കുന്നതിനെക്കുറിച്ച് കൃത്യമായ ധാരണ പലപ്പോഴും നമുക്ക് ഇല്ലാതെ പോകുന്നു എന്നുള്ളത്. ഇതൊക്കെ അതിൻ്റെ രീതി എന്തായിരിക്കണം, ശൈലി എന്തായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് കാലാകാലങ്ങളായി നമ്മൾ രൂപപ്പെടുത്തിയെടുത്തിട്ടുള്ള ധാരണകളുണ്ട്. കൺവെൻഷൻ ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പടക്കം പൊട്ടണം പ്രസംഗത്തിൻ്റെ ഇടയ്ക്ക്. ധ്യാനമാണെങ്കിൽ കുറച്ച് നിശബ്ദത ഉണ്ടാവണം, ആളുകൾ ധ്യാനപൂർവ്വം ഇരിക്കണം. ബൈബിൾ സ്റ്റഡി ആണെങ്കിൽ ഞങ്ങൾ സാറിന് അച്ഛന്മാർ പറയും,
ഒരു AD BC 600 AD 90 എന്നൊക്കെ പറയണം. പിന്നെ 2 ഗ്രീക്ക് വാക്കും 2 ഹീബ്രു വാക്കും ഒക്കെ പറയണം. അപ്പോൾ ബൈബിൾ സ്റ്റഡിയായി. പിന്നെ പള്ളി പ്രസംഗം, ഒരു സാധാ പ്രസംഗം, ഒരു 3 പോയിന്റ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അത് സാധാരണ പ്രസംഗമായി. ഇങ്ങനെയൊക്കെ നമ്മൾ കാലാകാലങ്ങളായി കൽപ്പിച്ചു കൊടുത്തിരിക്കുന്നതായിട്ട് ചില ധാരണകളുടെ വലയങ്ങൾക്കുള്ളിൽ നമ്മൾ ഒതുക്കിയിരിക്കുകയാണ്. എൻ്റെ ഈ രാത്രിയിലത്തെ ജോലി കൺവെൻഷൻ എന്താണെന്നോ ധ്യാനയോ എന്താണെന്നോ നിങ്ങളെ പഠിപ്പിക്കുക എന്നുള്ളതല്ല. ഏത് വാക്കുപയോഗിച്ചാലും നിങ്ങൾ കൺവെൻഷൻ പറഞ്ഞുകൊള്ളുക, ധ്യാനയോ എന്ന് പറഞ്ഞുകൊള്ളുക, ബൈബിൾ സ്റ്റഡി എന്ന് പറഞ്ഞുകൊള്ളുക, എന്ത് പറഞ്ഞാലും അടിസ്ഥാനപരമായും ആത്യന്തികമായും ഇവയിലൊക്കെ സംഭവിക്കേണ്ടുന്നത് ദൈവവചനത്തിൻ്റെ പഠനമാണ്. അച്ഛനിപ്പോൾ അത് അധ്യക്ഷ പ്രസംഗത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി. ദൈവവചനത്തിൻ്റെ പഠനം, ദൈവവചനത്തിൻ്റെ സത്യങ്ങളെ ഉൾക്കൊള്ളാനുള്ള മുഖാന്തരങ്ങളായി നമ്മൾ എന്ത് വാക്കും പറയാം. നമുക്ക് അത് സംഭവിക്കണം. അതാണ് സംഭവിക്കേണ്ടുന്നത്. ഈ ദൈവവചനം പഠിക്കുന്ന എന്തിനാണ് എന്ന് ഞാൻ പലപ്പോഴും കുറച്ചുകൂടെ സ്വതന്ത്രമായി ഞാൻ സാധാരണ മൈക്കൊക്കെ എടുത്ത് ആളുകളുടെ അടുത്ത് ചെന്ന് നടന്നൊക്കെയാണ് പ്രസംഗം പറയുക. ഇപ്പോൾ ഇന്ന് അതിനുള്ളൊരു അന്തരീക്ഷം അല്ല ഇവിടെ. ഞാൻ ചെന്നിങ്ങനെ ചോദിക്കാറുണ്ട്, നമ്മൾ എന്തിനാണ് ബൈബിൾ വായിക്കുന്നത്, എന്തിനാണ് ബൈബിൾ പഠിക്കുന്നത്? ഞാനിപ്പോൾ നിങ്ങളോട് ചോദ്യം ചോദിക്കുകയോ ഉത്തരത്തിന് കാത്തിരിക്കുകയോ ചെയ്യുന്നില്ല. എന്നാൽ സാധാരണയായി ഞാൻ ഈ ചോദ്യം ചോദിച്ചിട്ടുള്ള ഇടങ്ങളിലെല്ലാം തന്നെ ഒട്ടുമിക്ക ഇടങ്ങളിൽ എനിക്ക് ലഭിച്ചിട്ടുള്ള ഉത്തരം ദൈവത്തെക്കുറിച്ച് കൂടുതൽ അറിയാനാണ് എന്നാണ്. ടു നോ മോർ അബൌട്ട് ഗോഡ്, ദൈവത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ. അപ്പോൾ ഞാൻ അടുത്ത ചോദ്യം ചോദിക്കും, ദൈവത്തെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞിട്ട് എന്നാ കാര്യം? ഇപ്പം ദൈവത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു 8 കാര്യങ്ങൾ അറിയാമായിരുന്നു ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ. ഇന്നത്തെ പ്രസംഗം എടുക്കേണ്ട 2 കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു എന്ന് വിചാരിക്കുക. പഠിക്കുമെന്ന് അറിയത്തില്ല, പഠിച്ചു എന്ന് വിചാരിക്കുക. അപ്പോൾ ഇന്നിവിടെ ഇത് കഴിഞ്ഞ് മടങ്ങിപ്പോൾ നിങ്ങൾ 8 2 10 കാര്യങ്ങൾ അറിയാം. സോ വാട്ട്? അതുകൊണ്ട് എന്നാ കാര്യം? ദൈവം ചോദിക്കുന്നോ, എടാ മോനെ, എന്നെക്കുറിച്ച് എനിക്ക് എത്ര കാര്യങ്ങൾ അറിയാം? എനിക്ക് 10 കാര്യങ്ങൾ അറിയാം ദൈവമേ. ദൈവത്തെക്കുറിച്ച് അറിയുക എന്നുള്ളത് നമ്മളുടെ വചന പഠനങ്ങളിൽ സംഭവിക്കുന്നുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് തർക്കമില്ല. നിശ്ചയമായും നമ്മൾ അറിയണം. ദൈവത്തെക്കുറിച്ചുള്ള അറിവിൽ, ജ്ഞാനത്തിൽ നമ്മൾ വളരുന്നുണ്ട് ഓരോ ആഴമായ ഗൗരവമായ വചന പഠനത്തിലൂടെ. എനിക്കതിനെക്കുറിച്ച് തർക്കമില്ല. പക്ഷേ നമ്മൾ വചനം പഠിക്കുന്നത് ദൈവത്തെക്കുറിച്ചുള്ള കുറച്ച് അറിവ് സംഭരിക്കാൻ വേണ്ടി ആവരുത്. അതുകൊണ്ട് ഈ ചോദ്യം നിങ്ങൾ എന്നോട് ചോദിച്ചാൽ, അച്ഛൻ എന്തിനാണ് ബൈബിൾ പഠിക്കുന്നത് എന്ന് എന്നോട് ചോദിച്ചാൽ എനിക്കൊരു ഉത്തരവുണ്ട്. എൻ്റെ ഓരോ വചന പഠനത്തിലൂടെയും ഞാൻ കണ്ടെത്തുന്നതായിട്ടുള്ള ദൈവത്തോടുള്ള ബന്ധത്തിൽ ഞാനാരാണ് എന്നറിയാനായിട്ടാണ് ഞാൻ ബൈബിൾ പഠിക്കുന്നത്. അത് ദൈവത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയല്ല, അറിവ് സംഭരിക്കാനല്ല. ഞാൻ അറിയുന്ന, ഞാൻ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്, അറിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ആ ദൈവത്തോടുള്ള ബന്ധത്തിൽ ഞാൻ ആരായിരിക്കണം. അതുകൊണ്ട് ഓരോ രാത്രിയും വചനം കേട്ട് മടങ്ങുമ്പോൾ ഒടുവിൽ നമ്മുടെ ഉള്ളിൽ അവശേഷിക്കേണ്ടതായിട്ടുള്ള ചോദ്യം ദൈവത്തെക്കുറിച്ച് ഞാൻ ഇന്ന് എന്ത് പഠിച്ചു എന്നുള്ളതല്ല. ഞാൻ അറിഞ്ഞിരിക്കുന്നതായിട്ടുള്ള ദൈവത്തോടുള്ള ബന്ധത്തിൽ ഞാൻ ആരാണെന്നും ഞാൻ ആരായിത്തീരണം എന്നുള്ള ചോദ്യമായിരിക്കണം. അതിനാവണം നമ്മൾ വചനം പഠിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ കേട്ടു. ഇന്നത്തെ വചനവും നമ്മൾ കേട്ട് കഴിയുമ്പോൾ അതിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് ഒരു ചോദ്യം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവട്ടെ. ഈ ദേവാലയം വിട്ട് പോകുമ്പോൾ ഞാൻ ദൈവത്തോടുള്ള ബന്ധത്തിൽ ഞാൻ ആരാണ് എന്ന്. നമ്മുടെ ഈ വർഷത്തെ കൺവെൻഷന് വളരെ അസാധാരണമായ വിധത്തിൽ, സാധാരണ കൺവെൻഷനിലേക്ക് കണ്ടിട്ടില്ല. ക്രിസ്തോസ്റ്റം തിരുമേനി ഒരിക്കൽ കൂടി പറഞ്ഞുകൊള്ളട്ടെ, തിരുമേനി തിരുവനന്തപുരത്ത് എപ്പിസ്കോപ്പായിരിക്കുന്ന കാലത്ത് അതിനൊരു സംയുക്ത ജയമൻ സ്റ്റഡി സെൻ്ററിൻ്റെ ഡയറക്ടറായിട്ട് ഞാൻ അവിടെ പാർത്തിരുന്നു. ഒരുപാട് സന്ദർഭങ്ങൾ തിരുമേനായിട്ട് വ്യക്തിപരമായി ഇടപെടാനും സംഭാഷിക്കാൻ എനിക്ക് അവസരം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ തിരുമേനി പങ്കുവെച്ചിരുന്ന, വളരെ ഗൗരവമായി പങ്കുവെച്ചിരുന്ന ആശയം സ്റ്റഡി കൺവെൻഷൻ. അതാണ് തിരുമേനി ഉപയോഗിച്ചിരുന്ന വാക്ക്. അച്ഛൻ, വി നീഡ് സ്റ്റഡി കൺവെൻഷൻ. സ്റ്റഡി കൺവെൻഷനുള്ള വാക്കാണ് തിരുമേനി ഉപയോഗിച്ചിരുന്നത്. കൺവെൻഷനുകളല്ല, സ്റ്റഡി കൺവെൻഷൻ. അതുകൊണ്ട് ഇവിടെ തിരുമേനി ഒരിക്കൽ സ്വപ്നം കണ്ട, പലപ്പോഴും യാഥാർത്ഥ്യമായി പോകാതിരുന്ന ഒരു സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരം കൂടിയാണ് പുനലൂർ സെൻറ്ററിലെ ഈ വർഷത്തെ കൺവെൻഷൻ എന്ന് എനിക്ക് തോന്നിപ്പോവുകയാണ്. കൃത്യമായൊരു വിഷയം, ആ വിഷയത്തിൻ്റെ വിവിധ വശങ്ങൾ, മാനങ്ങൾ അവതരിപ്പിക്കുന്നു, നാം കേൾക്കുന്നു, നാം ചിന്തിക്കുന്നു. ആ വിഷയത്തിൻ്റെ കൂടുതൽ ആഴങ്ങളിലേക്ക് ഈ വചന കേൾവിയിലൂടെ നമ്മൾ ഇറങ്ങുന്നു. അതുകൊണ്ട് ഈ അനുരഞ്ജനം എന്നുള്ള വിഷയം എത്ര സുന്ദരമായിട്ടുള്ള ഒന്നാണ്. അനുരഞ്ജനം എന്നുള്ള മലയാള പദത്തിന്
റീകൺസിലിയേഷൻ എന്നാണുള്ള ഇംഗ്ലീഷ് പദം എന്നുള്ളത് ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാം, കാരണം നമുക്ക് പരിചയമുള്ളൊരു വാക്കാണ് റീകൺസിലിയേഷൻ. ഞാൻ ഭാഷ പഠിപ്പിക്കുകയൊന്നുമല്ല, പക്ഷെ ഈ വാക്കിൻ്റെ അർത്ഥം ഈ വിഷയത്തെ മനസ്സിലാക്കാൻ നമുക്ക് സഹായകരമാകും എന്നുള്ളത് കൊണ്ട് മാത്രം ഞാനത് സൂചിപ്പിക്കുകയാണ്. റീ എന്നുള്ള വാക്ക് ഇംഗ്ലീഷ് ഭാഷയിൽ നമുക്കറിയാമല്ലോ, വീണ്ടും ആവർത്തിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് പലപ്പോഴും ഉപയോഗിക്കുന്നത്. റീ വീണ്ടും എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ഒത്തിരി പദങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലുണ്ട്. റീ എക്സാമിനേഷൻ. അപ്പോൾ റീകൺസിലിയേഷൻ, കൺസിലിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സൗഹൃദമാണ്, സ്നേഹമാണ്, ബന്ധമാണ്. അപ്പോൾ ബന്ധങ്ങളിലേക്കുള്ളൊരു പുനഃപ്രവേശനം, വീണ്ടുമുള്ളൊരു പ്രവേശനം, റീകൺസിലിയേഷൻ, അതാണ് അനുരഞ്ജനം എന്ന് പറയുന്നത്. അപ്പോൾ വീണ്ടും പ്രവേശിക്കണമെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? എന്തോ നമുക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു എന്നാണ്. റീ എക്സാമിനേഷൻ. അപ്പം ആദ്യത്തെ എക്സാമിനേഷൻ എന്തോ ഒരു കുഴപ്പം പറ്റിയത് കൊണ്ടാണ് റീ എക്സാമിനേഷൻ വേണ്ടി വരുന്നത്. അപ്പോൾ നമുക്കുണ്ടായിരുന്നതായിട്ടുള്ള ഒരു ബന്ധത്തിൽ എവിടെയോ വിള്ളലോ തകർച്ചയോ അകൽച്ചയോ സംഭവിച്ചിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് അതിലേക്കുള്ളൊരു മടങ്ങി വരവാണ് റീകൺസിലിയേഷൻ, അനുരഞ്ജനം എന്ന് പറയുന്നത്. അത് അനുരഞ്ജനം എല്ലായ്പ്പോഴും ഒരു മടങ്ങി വരവാണ്. ഈ മടങ്ങി വരവ് സംഭവിക്കണമെങ്കിൽ രണ്ട് കാര്യങ്ങളെക്കുറിച്ചുള്ള ബോധം നമ്മുടെ ഉള്ളിലുണ്ടാവണം. ഒന്ന്, ഞാനിപ്പോൾ പറഞ്ഞു നിർത്തിയതുപോലെ അകന്നുപോയ ഒരു അനുഭവം, ഒരു തകർച്ച, ഒരു വിള്ളൽ എൻ്റെ ജീവിതത്തിൽ ഉണ്ട് എന്നുള്ളൊരു തിരിച്ചറിവ്, അതാണ് ആദ്യം ഉണ്ടാവേണ്ടത്. രണ്ട്, മടങ്ങി വരണം എന്നുള്ളൊരു അഭിവാഞ്ച, മടങ്ങി വരേണ്ടത് ആവശ്യമാണ് എന്നുള്ളൊരു ബോധ്യം, അതാണ് രണ്ടാമതായിട്ട് ഉണ്ടാവേണ്ടത്. ഇത് കൃത്യമായി നമ്മൾ കാണുന്ന ഒരു ഉദാഹരണം മുടിയനായ പുത്രൻ എന്ന് നമ്മൾ സാമാന്യമായി പറയുന്ന ആ കഥയിലാണ്. ആ കഥയുടെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, അതിൻ്റെ വിശദീകരണം ഇന്ന് രാത്രി എൻ്റെ ഉദ്ദേശമല്ല. ആ കഥ നമ്മെ സൂചിപ്പിക്കുന്ന കൃത്യമായ ഒരേ ഒരു കാര്യത്തിലേക്ക് മാത്രം നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. ഈ മുടിയനായ പുത്രൻ പന്നിയുടെ തീറ്റ തിന്നുന്നതായിട്ടുള്ള അവസ്ഥയിൽ എത്തിച്ചേർന്നപ്പോൾ അവന് സുബോധമുണ്ടായി എന്നാണ് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഹി കെയിം ബാക്ക് ടു ഹിസ് സെൻസസ്. അവന് സുബോധം ഉണ്ടായി. അതാണ് തിരിച്ചറിവ് എന്ന് പറയുന്നത്. എന്താണ് തിരിച്ചറിവ്? തൻ്റെ പിതാവിനുള്ളൊരു ബന്ധം താൻ നഷ്ടപ്പെടുത്തിയിരിക്കുന്നു, ബന്ധത്തിന് വിള്ളൽ, വിച്ഛേദനം സംഭവിച്ചിരിക്കുന്നു എന്നുള്ള തിരിച്ചറിവ്. രണ്ട്, റീകൺസിലിയേഷൻ, അതിലേക്ക് മടങ്ങിപ്പോകണം. അതുകൊണ്ടാണ് അവൻ പറയുന്നത്, ഞാൻ എഴുന്നേറ്റ് എൻ്റെ അപ്പൻ്റെ അടുക്കൽ ചെന്നു. അപ്പനോടുള്ള ബന്ധം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ള തിരിച്ചറിവ് ഒരു വശത്ത്, ഈ ബന്ധത്തിലേക്ക് എനിക്ക് മടങ്ങിപ്പോകേണ്ടത് ആവശ്യമാണെന്നുള്ള തിരിച്ചറിവ് മറുവശത്ത്. ഈ രണ്ട് തിരിച്ചറിവുകളുടെ ഫലമായിട്ടാണ് ഇവൻ്റെ മടങ്ങിവരവ് സംഭവിക്കുന്നത്. അവിടെ അനുരഞ്ജനത്തിൽ എല്ലായ്പ്പോഴും അനുരഞ്ജനം ആവശ്യമായിരിക്കുന്ന വിധത്തിൽ എവിടെയോ ചില വിള്ളലുകളും തകർച്ചകളും സംഭവിച്ചിരിക്കുന്നു എന്നുള്ള തിരിച്ചറിവ് ആദ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. രണ്ട്, ആ വിള്ളലുകൾ നികത്തേണ്ടത് ആവശ്യമാണ്, അതുകൊണ്ട് തന്നെ എനിക്കൊന്ന് മടങ്ങിപ്പോകണം, റീകൺസിലിയേഷനിലേക്ക് എനിക്കൊന്ന് എത്തിച്ചേരണം എന്നുള്ള ബോധവും നമ്മുടെ ഉള്ളിൽ ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. ലോകം, സഭ പോലും മറന്നുപോയ ഒരു വാക്കാണ് നിങ്ങളുടെ ഈ വർഷത്തെ ചിന്താവിഷയം. എന്താണ് വിഷയം? അനുരഞ്ജനം. ലോകം മറന്നുപോയ, അർത്ഥം മറന്നുപോയ ഒരു പദം, സഭ പോലും, ക്രൈസ്തവ സമൂഹം പോലും അർത്ഥം മറന്നുപോയതായിട്ടുള്ള ഒരു വാക്കാണ് ഇത് അനുരഞ്ജനം എന്നുള്ള പദം എന്ന് സങ്കടത്തോടുകൂടെ പറയട്ടെ. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ ഈ വർഷത്തെ വിഷയത്തിൻ്റെ പ്രാധാന്യം. ലോകം മറന്നുപോയതായിട്ടുള്ള ഒരു വാക്ക് നിങ്ങളിപ്പോൾ എടുത്ത് ഉയർത്തിപ്പിടിക്കുകയാണ് ലോകത്തിന് മുമ്പിൽ. വി നീഡ് റെക്കൺസിലിയേഷൻ. നമുക്കൊരു അനുരഞ്ജനം ആവശ്യം. അതേതെല്ലാം മേഖലകളിൽ നിന്ന് പുനലൂർ സെൻറ്ററിലെ വിശ്വാസ സമൂഹം ലോകത്തോട് പറയുന്ന ദിനങ്ങളാണ് ഈ ദിവസങ്ങൾ. ലോകം, സഭ പോലും മറന്നുപോയ ഒരു വാക്ക്. കഴിഞ്ഞ ഞായറാഴ്ചത്തെ നമ്മുടെ ഏവൻഗേലിയോൻ വേദഭാഗം യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായത്തിൽ നിന്നായിരുന്നു നമുക്കറിയാം.
സഭകളുടെ ഐക്യം എന്നുള്ളതായിരുന്നു ആ കഴിഞ്ഞ ആഴ്ചത്തെ വിഷയം. അതിനനുസൃതമായിട്ടുള്ള വേദഭാഗങ്ങളായിരുന്നു നമുക്ക് നൽകപ്പെട്ടിരുന്നത്. അതിൽ നമ്മൾ വായിച്ചതായിട്ടുള്ള സുവിശേഷ വേദഭാഗത്ത് പിതാവേ, നാം ഒന്നായിരിക്കുന്നത് പോലെ ഇവരും ഒന്നാകേണ്ടതിന് എന്നുള്ള ആ വാക്കുകൾ ഒന്നിലധികം പ്രാവശ്യം കർത്താവിൻ്റെ പ്രാർത്ഥനയിൽ നമ്മൾ കാണുന്നുണ്ട്. ആ വാക്കുകൾ എൻ്റെ മനസ്സിനെ വല്ലാതെ മഥിച്ചു. കഴിഞ്ഞ ഞായറാഴ്ച അതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചപ്പോൾ, പിതാവേ, നമ്മൾ ഒന്നായിരിക്കുന്ന പോലെ ഇവരും ഒന്നാകേണ്ടത്. ഇവരും എന്ന് കർത്താവ് പറയുമ്പോൾ ആരെക്കുറിച്ചാണ് പറയുന്നത്? നമ്മൾ ഇന്ന് എന്തുകൊണ്ടോ ഈ വാക്കുകൾ ദാറ്റ് ദേ മേ ബി വൺ, ഇവരും ഒന്നാകേണ്ടത്, ഈ സഭകളുടെ ഐക്യം, എക്യൂമെനിസം എന്ന് നമ്മൾ സാധാരണ പറഞ്ഞ സഭകളുടെ ഐക്യത്തെക്കുറിച്ച് സംസാരിക്കുന്ന ഇടങ്ങളിൽ മാത്രമാണ് ഈ വാക്യം നമ്മൾ എല്ലായ്പ്പോഴും ഉയർത്തി കാണിക്കുന്നത്. ഒരു സ്ലോഗൻ പോലെ, ഒരു മുദ്രാവാക്യം പോലെ, ഇവരും ഒന്നാകേണ്ടത്. സഭകളുടെ ഐക്യത്തെക്കുറിച്ച് അല്ലല്ലോ യേശുക്രിസ്തു പറയുന്നത്. കാരണം യേശുക്രിസ്തുവിന്റെ കാലത്ത് സഭയെ ഇല്ലല്ലോ. യേശുക്രിസ്തു ഇവരും ഒന്നാകേണ്ടതെന്ന് പറയുന്ന ലോകത്തെക്കുറിച്ചല്ലേ, മനുഷ്യ സമൂഹത്തെക്കുറിച്ചല്ലേ, സഭകളുടെ ഐക്യത്തെക്കുറിച്ചാണെന്ന് ആര് പറഞ്ഞു? പക്ഷെ നമ്മൾ ഇന്ന് ഈ വാക്ക് എപ്പോഴും ഉപയോഗിക്കുന്നത് സഭാഐക്യത്തോടുള്ള വിഷയത്തോടുള്ള ബന്ധത്തിൽ മാത്രമാണ്. അവിടെ ഉപയോഗിക്കുന്നത് തെറ്റാണെന്നല്ല, പക്ഷെ അതിൽ നമ്മൾ ഒതുക്കിക്കളയുന്നു, ചുരുക്കിക്കളയുന്നു. കർത്താവിൻ്റെ പ്രാർത്ഥന മനുഷ്യൻ്റെ ഐക്യത്തെക്കുറിച്ചാണ്, ലോകത്തിൻ്റെ ഐക്യത്തെക്കുറിച്ചാണ്. ഛിന്ന ഭിന്നമായിരിക്കുന്നതായിട്ടുള്ള മനുഷ്യ സമൂഹത്തിൽ പിതാവേ, ഞാനും നീയും ഒന്നായിരിക്കുന്ന പോലെയുള്ള ഐക്യം ഉണ്ടാവണമെന്നുള്ള ലോകത്തെക്കുറിച്ചുള്ള ക്രിസ്തുവിൻ്റെ സ്വപ്നമാണ്. മനുഷ്യ ജീവിതത്തെ, മനുഷ്യ സമൂഹത്തെക്കുറിച്ചുള്ള ക്രിസ്തുവിൻ്റെ ദർശനമാണ് ആ പ്രാർത്ഥനയിൽ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവിടെ നമ്മൾ ഇന്ന് അനുരഞ്ജനത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറയുന്ന ഇവർ ഒന്നായിരിക്കേണ്ടതെന്ന് പറയുന്ന വാക്കുകൾ എത്രയോ വിശാലമായ അർത്ഥത്തിലാണ് നാം കാണുന്നതും കാണേണ്ടുന്നതും. രഞ്ജനം നഷ്ടപ്പെട്ടു പോയ ഇടങ്ങളിൽ, രഞ്ജിപ്പ് നഷ്ടപ്പെട്ടു പോയതായിട്ടുള്ള ഇടങ്ങളിലേക്ക് ഒരു തിരിച്ചുവരവുണ്ടാകുവാൻ പിതാവേ, നാം ഒന്നായിരിക്കുന്ന പോലെ ഇവരും ഒന്നാകണമേ എന്നുള്ളത് മനുഷ്യർക്ക് വേണ്ടിയുള്ള ക്രിസ്തുവിൻ്റെ പ്രാർത്ഥനയാണ്. നമ്മളിന്ന് വായിച്ചതായിട്ടുള്ള വേദഭാഗം അപ്പോസ്തല പ്രവൃത്തികൾ ഏതായിരുന്നു? 10-ാം. പരിചിതമായിട്ടുള്ള വേദഭാഗമാണ്. അത് അധ്യായത്തിൻ്റെ ബാക്കി ഭാഗം കൂടെ വായിക്കണം. പക്ഷേ നമുക്ക് സമയത്തിൻ്റെ പരിമിതി കൊണ്ട് ഞാൻ 16-ാമത്തെ വാക്യം കൊണ്ട് നിർത്തിയാണ്. എൻ്റെ മനസ്സിനെ വല്ലാതെ സ്പർശിച്ചിട്ടുള്ള ഒരു വേദഭാഗമാണ് ഇത്. അപ്പോസ്തല പ്രവൃത്തികൾ എന്ന പുസ്തകത്തിലാണ്. ഈ അപ്പോസ്തല പ്രവൃത്തികൾ എന്താണ്? അപ്പോസ്തലന്മാരുടെ, ശിഷ്യന്മാരുടെ പ്രവൃത്തികളാണ്. എന്താണ് ശിഷ്യന്മാരുടെ പ്രവൃത്തികൾ എന്ന് പറയുന്നത്? കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും കണ്ടും കേട്ടും പഠിച്ചതുമായിട്ടുള്ള സുവിശേഷത്തെ ശിഷ്യന്മാർ ജീവിക്കുന്ന സംഭവങ്ങളാണ് അപ്പോസ്തല പ്രവൃത്തികൾ എന്ന് പറയുന്നത്. സുവിശേഷത്തിൻ്റെ ആവിഷ്കാരം, ക്രിസ്തുവിൽ കണ്ടതും കേട്ടതും പഠിച്ചതുമായിട്ടുള്ള സുവിശേഷത്തെ തങ്ങളുടെ ജീവിതത്തിൽ ശിഷ്യന്മാർ ആവിഷ്കരിക്കുന്നതായിട്ടുള്ള, ജീവിച്ച് വെളിപ്പെടുത്തുന്നതായിട്ടുള്ള സംഭവങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന പുസ്തകമാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ, പ്രസംഗങ്ങളല്ല, തത്വങ്ങളല്ല, അപ്പോസ്തലന്മാരുടെ പ്രസംഗങ്ങളല്ല എന്നല്ലല്ലോ. ക്രിസ്തുവിന്റെ സുവിശേഷം ജീവിതത്തിൽ വെളിപ്പെടുത്തുന്നതായിട്ടുള്ള അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളിലാണ് ഈ സംഭവം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഒന്നിച്ചു ചേർക്കുക, ഇൻക്ലൂസിവിറ്റി, ഈ വാക്കൊക്കെ നിങ്ങൾക്ക് പരിചയമുണ്ട്. എക്സ്ക്ലൂസീവ്, ഇൻക്ലൂസീവ് എന്നുള്ള വാക്കിൻ്റെ ഇത്രയേ ഉള്ളൂ. ചേർത്ത് നിർത്തുക, ഒരുമിച്ച് നിർത്തുക, ഇൻക്ലൂഡ് ചെയ്യുക. ഈ കാലത്ത് വളരെയധികം ഉപയോഗിക്കപ്പെടുന്നതായിട്ടുള്ള ഒരു വാക്കാണ്. എങ്കിലും ഇതിന് കുറഞ്ഞത് 2000 വർഷത്തിലേറെ പഴക്കമുണ്ട്. കാരണം നമ്മളിപ്പോൾ പറഞ്ഞ അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളുടെ പുസ്തകത്തിൽ നമ്മൾ ഈ പറയുന്ന ഈ ഇൻക്ലൂസിവിറ്റി, ചേർത്ത് നിൽക്കുന്ന, ഒരുമിച്ച് നിൽക്കുന്ന, കൂടി വരുന്ന ഈ അനുഭവത്തെക്കുറിച്ച് കൃത്യമായി വെളിപ്പെടുത്തുന്ന കുറഞ്ഞ 2 സംഭവങ്ങളെങ്കിലും എനിക്ക് ഓർത്തെടുക്കാൻ കഴിയുന്നുണ്ട്. ഒന്ന്, അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ വായിക്കണ്ട. നമ്മൾ ശിഷ്യന്മാർ പല ഭാഷകളിൽ സംസാരിക്കുന്നതൊക്കെ ആ സംഭവമാണ്, നമുക്കറിയാം. എന്താണ് ആ സംഭവം വെളിപ്പെടുത്തുന്നതായിട്ടുള്ള സത്യം? ഭാഷകൾക്കതീതമായി, ഭാഷകളുടെ മതിലുകളെ തകർത്തുകൊണ്ട്, ഭാഷകൾ സൃഷ്ടിക്കുന്നതായിട്ടുള്ള വേർതിരിവുകളെ ഇല്ലാതാക്കിക്കൊണ്ട് അവർ സംസാരിക്കുന്നത് എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു ലോകം.
അതാണ് ഇൻക്ലൂസിവിറ്റി, അതാണ് ഒരുമിച്ച് നിൽക്കുന്ന, ചേർന്ന് നിൽക്കുന്ന അനുഭവം എന്ന് പറയുന്നത്. വേർതിരിവില്ല. ഓരോരുത്തരും അവനവൻ്റെ ഭാഷയിൽ സംസാരിക്കുമ്പോൾ അതെല്ലാവർക്കും മനസ്സിലാവുന്നു. ബാബേലിൽ സംഭവിച്ചത് നേർ വിപരീതമാണെന്ന് നിങ്ങൾക്കറിയാം. ആരും പറയുന്നത് തമ്മിൽ മനസ്സിലാകാതെ പോകുന്നു. ഇവിടെ ഓരോരുത്തർ സംസാരിക്കുന്നത് എല്ലാവർക്കും മനസ്സിലാകുന്നു. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളിൽ നമ്മൾ കാണുന്നതായിട്ടുള്ള ഒന്നിച്ചു ചേർക്കലിൻ്റെ, അനുരഞ്ജനത്തിൻ്റെ ആത്മാവിൽ മനുഷ്യൻ ഒന്നാവുന്നതിൻ്റെ സുന്ദരമായ ഒരു ചിത്രമാണ് 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. രണ്ടാമത്തെ സംഭവം ഇതാണ്, നമ്മൾ വായിച്ചതായിട്ടുള്ള വേദഭാഗം ഞാൻ ആവർത്തിക്കുന്നില്ല. പത്രോസിനുണ്ടാവുന്നതായിട്ടൊരു ദർശനമാണ്. ഒന്ന്, ഭാഷകളുടെ അതിരുകളെ ലംഘിച്ചുകൊണ്ട് എല്ലാവരും ഒന്നായി തീർന്നതായിട്ടുള്ള ഒരു സ്വപ്ന ലോകം 2-ാം അധ്യായത്തിൽ. ഇവിടെ എല്ലാവിധമായ വേർതിരിവുകൾക്കും അതീതമായി മനുഷ്യൻ തൻ്റെ മനസ്സിനെ രൂപപ്പെടുത്തിയെടുക്കുന്നതായിട്ടുള്ള മറ്റൊരു ഉന്നതമായിട്ടുള്ള ദർശനം. ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ മനുഷ്യൻ സൃഷ്ടിക്കുന്നതായിട്ടുള്ള വേർതിരിവുകൾ അപ്രസക്തമാണ്, അനാവശ്യമാണ് എന്ന് നമ്മെ പഠിപ്പിക്കുന്നതായിട്ടുള്ള വേദഭാഗമാണ് നമ്മൾ ഇന്ന് വായിച്ചതായിട്ടുള്ള 10-ാം അധ്യായത്തിൽ പത്രോസിൻ്റെ ദർശനമായിട്ട് നമ്മൾ കാണുന്നത്. നിങ്ങൾ ആ ഭാഗമൊക്കെ വായിച്ചല്ലോ, നമ്മൾ ഇനിയൊന്നും എടുത്തു വായിക്കുന്നില്ല. എനിക്ക് വളരെ രസകരമായി തോന്നിയൊരു കാര്യമുണ്ട്. ആ ദർശനത്തിന് തൊട്ടു മുമ്പ് പത്രോസിനെ കുറിച്ച് പറയുന്നൊരു വാചകമുണ്ട്. അവൻ വല്ലാതെ വിശന്നിട്ട്, കഠിനമായിട്ടുള്ള വിശപ്പിലാണ് പത്രോസ്. കഠിനമായിട്ടുള്ള വിശപ്പിലായിരുന്നിട്ടും ഇതെടുത്ത് ഭക്ഷിച്ചു കൊള്ളുക എന്ന് പറഞ്ഞൊരു കൊട്ടയിൽ തൻ്റെ മുമ്പിൽ ഇറക്കി വയ്ക്കപ്പെട്ടതായിട്ടുള്ള ഭക്ഷണ വിഭവങ്ങളും എടുത്ത് തിന്നുകൊള്ളുക എന്നുള്ള ദൈവത്തിൻ്റെ കൽപ്പനയും ഉണ്ടായിരുന്നിട്ടും തൻ്റെ ഉള്ളിൽ ഉറഞ്ഞുകൂടിയതായിട്ടുള്ള തൻ്റേതായിട്ടുള്ള ചിന്തകളുടെയും മനോഭാവങ്ങളുടെയും കാഴ്ചപ്പാടുകളുടെയും മൂല്യബോധത്തിൻ്റെയുമായുള്ള വേർതിരിവുകളുടെ ബന്ധനത്തിൽ നിന്നും പുറത്തു വരാൻ കഴിയാതിരുന്നവനായിട്ടുള്ള പത്രോസ് പറയുകയാണ്, ഞാൻ വിശന്ന് ചത്താലും കുഴപ്പമില്ല, ഇതൊന്നും ഞാൻ തിന്നുകയില്ല. അങ്ങനെ അവിടെ എഴുതിയിട്ടില്ല. തൻ്റെ കഠിനമായിട്ടുള്ള വിശപ്പിനെ പോലും പത്രോസ് മാറ്റിവെക്കുകയാണ്. എന്തിൻ്റെ മുമ്പിൽ? തൻ്റെ ഉള്ളിൽ ഉറഞ്ഞുകൂടിയിരിക്കുന്നതായിട്ടുള്ള തൻ്റെ മൂല്യബോധത്തിൻ്റെയും കാഴ്ചപ്പാടുകളുടെയും ബന്ധനത്തിൽ പെട്ടുപോയതുകൊണ്ട്. എടുത്തു തിന്ന് കള്ളുകാരൻ ദൈവത്തിൻ്റെ കൽപ്പനയെ പോലും നിരസിച്ച് കളയാനായിട്ട്, ത്യജിച്ച് കളയാനായിട്ട് പത്രോസിൻ്റെ ഉള്ളിൽ ഉറഞ്ഞുകൂടിയതായിട്ടുള്ള അവൻ്റെ ചിന്തകളും കാഴ്ചപ്പാടുകളും കാരണമായി തീരുകയാണ്. ഇതെന്നെ എനിക്ക് വളരെ രസകരമായും എന്നാൽ എന്നെ അതിശയപ്പെടുത്തുകയും ചെയ്യുന്നതായിട്ടുള്ള ഒന്നായിട്ട് തോന്നിയിട്ടുണ്ട്. ഈ കൊട്ടയ്ക്കകത്ത് ഇറക്കി വയ്ക്കപ്പെട്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്നിട്ട് പത്രോസ് കേട്ടതായിട്ടുള്ള വാക്കുകളുണ്ടാ, എടുത്ത് തിന്നുക, ഭക്ഷിക്കുക. ഭക്ഷിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കാര്യം നമ്മൾ തിന്നു എന്ന് പറഞ്ഞാൽ കേട്ടോ, നമ്മൾ ഇന്ന് 4 മണിക്ക് ഒരു ചായ കുടിച്ചു. നമ്മൾ ഭക്ഷിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ എന്തിനെ ഉള്ളിലേക്ക് ആഹരിക്കുന്നു, ഉള്ളിലേക്ക് അത് നമ്മുടെ ഭാഗമായി തീരുന്നു എന്നല്ലേ? നമ്മളിന്ന് 4 മണിക്ക് കുടിച്ച ചായ ഇപ്പോൾ ശരീരത്തിൽ എവിടെയാണ് നമുക്ക് പറയാനാവില്ല. ഇവിടെയാണെന്ന് പറയാൻ പറ്റില്ല. നമ്മൾ കുടിച്ച ചായ നമ്മുടെ ഭാഗമായി തീർന്നു കഴിഞ്ഞു, നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗമായി തീർന്നു. ശരീരം സ്വീകരിക്കാതെ പോയതിനെയാണ് നമ്മൾ വിസർജിച്ച് കളയുന്നത്. എന്നാൽ സിംഹഭാഗവും ശരീരത്തിൻ്റെ ഭാഗമായി മാറുകയാണ്. അതുകൊണ്ട് ഭക്ഷിക്കുക എന്ന് പറഞ്ഞാൽ, നീ ഒന്ന് ഭക്ഷിച്ചു എന്ന് പറഞ്ഞാൽ അത് നിന്റെ ഭാഗമായി തീർന്നു എന്നാണ് അർത്ഥം. അപ്പോൾ ഇതെടുത്ത് ഭക്ഷിക്കുക എന്ന് പറയുമ്പോൾ ഇത് നിന്റെ ഭാഗമായി തീരട്ടെ എന്നല്ലേ അതിൻ്റെ അർത്ഥം. വിശപ്പടക്കുക എന്ന് മാത്രമല്ലല്ലോ. നമ്മളുടെ എല്ലാ ഭക്ഷണവും പ്രാഥമികമായി വിശപ്പടക്കാനുള്ളതാണ് എങ്കിലും വിശപ്പടക്കുക മാത്രമല്ലല്ലോ, അത് നമ്മുടെ ജീവൻ്റെ സംരക്ഷണമായി മാറുകയാണ്, നമ്മുടെ ജീവൻ നിലനിർത്തുന്ന ഘടകമായി മാറുകയാണ്, അത് നമ്മുടെ തന്നെ ഭാഗമായി മാറുകയാണ്. അതുകൊണ്ട് ഇതെടുത്ത് തിന്നുക എന്ന് ഈ ലോകത്തിലെ സകല സൃഷ്ടികളെയും ജീവജാലങ്ങളെയും മുൻപിൽ വെച്ചുകൊണ്ട് ദൈവം പത്രോസിനോട് പറയുമ്പോൾ ഇതെല്ലാം നിന്റെ ഭാഗമായി തീരട്ടെ എന്നല്ലേ വാക്കുകളുടെ അർത്ഥം. എടുത്ത് ഭക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അല്ല, നിന്റെ വിശപ്പ് പോട്ടെ എന്നല്ലല്ലോ അതിൻ്റെ അർത്ഥം. ഈ കാഴ്ചപ്പാടിലൂടെ വേണം സഹോദരങ്ങളെ നമ്മൾ ഈ ദർശനത്തെ കാണാൻ. പത്രോസിനെ വിശപ്പ് മാറ്റാനായിട്ട് കർത്താവ് കുറേ സാധനങ്ങൾ എടുത്ത് കൊട്ടയ്ക്കകത്ത് വെച്ച് കൊടുത്തു എന്നല്ല. എൻ്റെ സൃഷ്ടി നിന്റെ ഭാഗമായി തീരണം. നീയും ഇതും രണ്ടല്ല, ഇതും നീയും രണ്ടല്ല, ഇത് നിന്റെ ഭാഗമാണ്
എടുത്ത് നിന്റെ ഭാഗമാക്കി തീർക്കുക. ഈ ലോകത്തിലെ ഒരു സൃഷ്ടിയും നമ്മിൽ നിന്ന് അന്യമല്ല. എൻ്റെ വളരെ നല്ലൊരു സ്നേഹിതൻ അച്ഛനൊരിക്കൽ എനിക്ക് രസകരമായിട്ടുള്ള ഒരു കൊച്ചു ചിത്രം അയച്ചിട്ട് അടിയിൽ ഒരു കൊച്ചു കുറിപ്പ് എഴുതി അയച്ചു. കുറച്ച് 1-2 വർഷങ്ങൾക്ക് മുമ്പ്. ചിത്രം ഇതായിരുന്നു: ഒരു പഴുത്ത മാങ്ങ, ആ മാങ്ങയുടെ മുകളിൽ ചെറിയൊരു കിഴുത്തുണ്ട്. ആ കിഴുത്തേക്കുള്ളിൽ നിന്നും ഒരു പുഴു ഇങ്ങനെ മുകളിലേക്ക് തല ഇടുന്നു. എൻ്റെ അച്ഛൻ്റെ അടിക്കുറിപ്പ്, നമ്മുടെ സഭയിലെ തന്നെ ഒരു അച്ഛനാണ്, മനോഹരമായൊരു സങ്കല്പമാണ് എൻ്റെ പിൻപിൽ. അച്ഛൻ എഴുതി, ഈ മാങ്ങ എൻ്റേതും കൂടെയാണ് എന്ന് പുഴു എന്നോട് പറയുകയാണ് എന്ന്. ഈ മാങ്ങ നിൻ്റേത് മാത്രമല്ല, എനിക്കും കൂടി ഉള്ളതാണ് എന്ന് ഈ പുഴു എന്നോട് പറയുകയാണ് ഈ മാങ്ങയിൽ നിന്നും പുറത്തേക്ക് വന്നുകൊണ്ട് എന്ന്. നിങ്ങൾ ഒരുപാട് വലിച്ചു നീട്ടി അത് ശരിയോ തെറ്റോ എന്നൊന്നും ചർച്ച ചെയ്ത് കളയരുത്. ദൈവം പറഞ്ഞതായിട്ടുള്ള പത്രോസിനോട് പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിക്കുക. ഞാൻ സൃഷ്ടിച്ചതിനെ മലിനമെന്ന് പറയാൻ നീ ആരാ? നീ ആരാ? ശരിയും തെറ്റും നന്മയും തിന്മയും നിർണ്ണയിക്കാനായിട്ടുള്ള എന്ത് സ്കെയിലാണ് നിന്റെ കയ്യിലുള്ളത്? നിന്റെ അളവുകോലുകളാണോ എൻ്റെ അളവുകോൽ? എൻ്റെ സൃഷ്ടിയെ അളക്കാനായിട്ടുള്ള അളവുകോലുകൾ നിന്റെ പക്കലുണ്ടോ? നീ വെച്ചിരിക്കുന്നത് നിന്റെ ഉള്ളിൽ നീ സൃഷ്ടിച്ചെടുത്ത് വെച്ചിരിക്കുന്നതായിട്ടുള്ള ഒടിഞ്ഞതും വളഞ്ഞതും മുറിഞ്ഞതുമായിട്ടുള്ള സ്കെയിലുകളല്ലേ? നിന്റെ പരിപൂർണതയില്ലാത്തതായിട്ട് ഒടിഞ്ഞതും വളഞ്ഞതും മുറിഞ്ഞതുമായിട്ടുള്ള കൊച്ചു കൊച്ചു മുണ്ടൻ സ്കെയിൽ വെച്ചുകൊണ്ട് നീ അളന്നിട്ട് എന്നോട് പറയുകയാണ്, ഏയ് ദൈവമേ, ഇതൊന്നും ഞാൻ തിന്നുകയില്ല, ഇതൊക്കെ അശുദ്ധമാണ്. അശുദ്ധമെന്ന് പറയാൻ നിനക്കെന്ത് കാര്യം പത്രോസേ? ദൈവം പറയുകയാണ്, ഇത് നിന്റെ ഭാഗമായി തീരട്ടെ, നിന്നിൽ നിന്നും ഇതൊന്നും അന്യമല്ല. സഹോദരങ്ങളെ, ഇന്ന് നമ്മുടെ മുമ്പിലും ഈ കൊട്ടയുണ്ട്. എന്താണ് കൊട്ട? ഈ പ്രപഞ്ചമാണ് നമ്മുടെ മുമ്പിലുള്ള കൊട്ട. പ്രപഞ്ചമാണ് നമ്മുടെ മുമ്പിലുള്ള കൊട്ട. ഈ കൊട്ടയിലുള്ള എന്തിനെയാണ് നമ്മൾ മലിനമെന്ന് പറയുന്നത്? എന്തിനെയാണ് നമ്മൾ അശുദ്ധമെന്ന് പറയുന്നത്? എന്തിനെയാണ് നമ്മൾ നമ്മുടെ മനസ്സിൽ നിന്നും അകറ്റി നിർത്തുന്നത്? നിങ്ങൾ ഈ ദിവസങ്ങളിലൊക്കെ അതിൻ്റെ വിവിധ വശങ്ങളാണല്ലോ പറഞ്ഞുകൊണ്ടിരുന്നുള്ളത്. അകറ്റി നിർത്തി ദൈവത്തിലേക്കുള്ള ഒരു മടങ്ങിവരവായിരുന്നു നിങ്ങൾ 1-ാം ദിവസം പറഞ്ഞത്, ദൈവത്തോടുള്ള അനുരഞ്ജനം. 2-ാം ദിവസങ്ങൾ പറഞ്ഞത് എന്തായിരുന്നു? കേട്ടത് എന്തായിരുന്നു? മുത്തേച്ച അച്ഛന് വിഷമം വരുന്നു. എന്തായാലും 2-ാം ദിനം കുടുംബത്തിലേക്കുള്ളൊരു തിരിച്ചുവരവ്. ഇന്നലെ എന്തായിരുന്നു? ഞാനതൊക്കെ കേട്ടതാണ്. വ്യക്തിബന്ധങ്ങളിലേക്കൊരു മടങ്ങി വരവ്. ഇന്നെന്താണ്? അച്ഛൻ എന്തു പറയുന്നു അതാണ്. നാം ജീവിക്കുന്നതായിട്ടുള്ള പൊതുസമൂഹത്തിൽ എവിടെയാണ് നമുക്ക് അനുരഞ്ജനം ആവശ്യം? അതുകൊണ്ട് ഈ വലിയ കൊട്ടയിൽ നിരത്തി വെച്ചിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അന്യമാക്കി പത്രോസിനെ പോലെ ഇതൊന്നും എനിക്കുള്ളതല്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുമ്പോൾ അവിടേക്കെല്ലാം ഒരു മടങ്ങി വരവ് നമ്മുടെ ജീവിതത്തിൽ, ഒരു റീകൺസിലിയേഷൻ, റിട്ടേൺ മടങ്ങി വരവ് ആവശ്യമാണെന്നല്ലേ സഹോദരങ്ങളെ ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ പറയുകയും കേൾക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്? അനുരഞ്ജനം പൊതുസമൂഹത്തിൽ എന്നുള്ളതാണ് ഇന്ന് നിങ്ങൾ നിശ്ചയിച്ച് എനിക്ക് നൽകിയിരിക്കുന്നതായിട്ടുള്ള വിഷയം. പൊതുസമൂഹത്തിൽ അനുരഞ്ജനം ആവശ്യമായിരിക്കുന്നു പറയുമ്പോൾ ഒരുപാട് മേഖലകളെക്കുറിച്ചൊക്കെ പറയാൻ സാധിക്കും. നിശ്ചയമായും നമ്മളെ കൊണ്ട് അതെല്ലാം ഒന്നും പറയാൻ സാധ്യമല്ല, സമയമില്ല, അതിനുള്ള അറിവും എനിക്കില്ല. പൊതുസമൂഹത്തിൽ അനുരഞ്ജനം ആവശ്യമായിരിക്കുന്ന സകല മേഖലകളെയും കുറിച്ച് ഒരു എക്സോസ്റ്റീവായിട്ട് പൂർണ്ണമായിട്ട് ഒരു പറയാനുള്ള അറിവൊന്നും എനിക്കില്ല. ഒരു 2-3-4 കാര്യങ്ങൾ മാത്രം പെട്ടെന്ന് പറയട്ടെ. ഞാൻ പൊതുസമൂഹത്തിൽ അനുരഞ്ജനം ആവശ്യമായിരിക്കുന്ന മേഖലകളെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം കടന്നു വന്ന സഭ തന്നെയാണ്. സഭ തന്നെയാണ് എന്ന് ഞാൻ പറയുന്നതിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, സഭ ഈ സമൂഹത്തിലാണല്ലോ, സഭ സമൂഹത്തിൽ നിന്ന് അന്യപ്പെട്ടല്ലോ. അപ്പോൾ പൊതുസമൂഹത്തിൽ നിന്നല്ല സഭ അന്യപ്പെട്ട് നിൽക്കുന്നതെന്നുള്ളത് കൊണ്ട് പൊതുസമൂഹത്തിൽ അനുരഞ്ജനം ആവശ്യമായിരിക്കുന്ന മേഖലയെക്കുറിച്ച് പറയുമ്പോൾ നിശ്ചയമായും പ്രത്യേകിച്ച് നാം പറയുമ്പോൾ സഭയെക്കുറിച്ച് നമുക്ക് പറയാതിരിക്കാനാവില്ല. 2, സഭയെക്കുറിച്ച് ഞാൻ പറയണമെന്ന് പറയുന്നതിൻ്റെ കാരണം, സ്നേഹത്തെക്കുറിച്ചും അനുരഞ്ജനത്തെക്കുറിച്ചും ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് ആരാണ്? നമ്മളാണ്. വാ തുറന്നാൽ നമ്മൾ സ്നേഹമേ പറയുള്ളൂ, വാ തുറന്നാൽ നമ്മൾ ക്രൂശേ പറയുള്ളൂ, വാ തുറന്നാൽ നമ്മൾ മുറിവേൽക്കുന്നതിനെ കുറിച്ചേ പറയുള്ളൂ. നാം ഇതൊക്കെ പറയാനാണ് വാ തുറക്കുന്നതെങ്കിലും പറയുന്ന കാര്യങ്ങളെ ചേർത്ത് ഉള്ളിലാക്കാനായിട്ട് നമ്മൾ ഹൃദയം നമ്മൾ ഒരിക്കലും തുറക്കുന്നില്ലല്ലോ.
പറയുന്ന കാര്യങ്ങളൊക്കെ വായിൽ നിന്ന് പുറത്തേക്ക് പോവുകയും കാറ്റിൽ അലിഞ്ഞേർന്ന് എവിടേക്കൊക്കെ പറന്നു പോവുകയും ചെയ്യുമ്പോൾ പറന്ന് പുറത്തേക്ക് പോകുന്നതല്ലാതെ അവ ഉള്ളിലേക്ക് പ്രവേശിക്കാതെ പോകുന്നു. അനുരഞ്ജനത്തെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചും ഒന്നാകലിനെക്കുറിച്ചും ഒക്കെ ഏറ്റവും അധികം ലോകത്ത് സംസാരിക്കുന്ന സമൂഹം ക്രൈസ്തവ സമൂഹമാണ് എങ്കിൽ ഇന്ന് ഏറ്റവും അധികം വിഘടിച്ച് നിൽക്കുന്നതും വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നതും മുറിഞ്ഞു നിൽക്കുന്നതും മുറിവേൽപ്പിക്കുന്നതും ഒക്കെ തന്നെ ക്രൈസ്തവ സമൂഹം തന്നെയല്ലേ? അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകേണ്ടുന്ന കാര്യമില്ല. ഓരോ ദിവസവും നമ്മൾ അതിനെക്കുറിച്ച് കാണുകയും കേൾക്കുകയും അറിയുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിവിധ സഭാ വിഭാഗങ്ങൾ തമ്മിൽ, ഓരോ സഭാ വിഭാഗങ്ങൾക്കുള്ളിൽ, ഓരോ ഇടവകകൾക്കുള്ളിൽ ഒരു സഭാവിഭാഗവും ഇതിൽ നിന്നും അന്യമല്ല, വ്യത്യസ്തമല്ല എന്നുള്ളതാണ് അതിനകത്തെ വലിയ ദുരന്തം. നത്തിങ് ഈസ് എക്സെപ്ഷൻ. ഒന്നും ഇതിൽ നിന്നും അന്യമല്ല, മാറി നിൽക്കുന്നില്ല. കഴിഞ്ഞ വർഷത്തെ ക്രിസ്മസ് വേളയിൽ വിശുദ്ധ കുർബാന തെരുവിൽ എറിയപ്പെട്ടതിനെക്കുറിച്ച് നമ്മൾ വായിച്ച് ഓർക്കുന്നുണ്ട്. ദേവാലയത്തിലെ തറയിലിട്ട് ചവിട്ടി മെതിക്കപ്പെട്ടതിനെക്കുറിച്ച് നമ്മൾ വായിച്ച് സങ്കടപ്പെട്ട് ഓർക്കുന്നുണ്ട്. കഴിഞ്ഞ ക്രിസ്മസിൽ ഞാൻ എഴുതിയ ഒരു കൊച്ചു കുറിപ്പ് ഇത് തന്നെയായിരുന്നു. എൻ്റെ സ്നേഹിതരായിട്ട് പലർക്കും ഞാൻ അയച്ചു, ഒരു ക്രിസ്മസ് ദുരന്തം എന്നായിരുന്നു ഞാൻ അതിന് കൊടുത്തതായിട്ട് തലക്കെട്ട്. എറണാകുളം ബസിലിക്കായി. ഇതൊന്നും കൂടുതൽ ഉദാഹരണങ്ങൾ പറഞ്ഞ് ഞാൻ ദീർഘിപ്പിക്കേണ്ടുന്ന ആവശ്യമില്ല. അനുരഞ്ജനമില്ലായ്മയുടെ ദുരന്ത ഫലങ്ങളും അതിൻ്റെ കയ്പും മുറിവുകളും എത്ര അധികമാണ് നമ്മളെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്ത്. നമ്മുടെയൊക്കെ ഇടവകളിൽ പോലും ഇത് കുറവല്ലല്ലോ. പല ഇടവകളിലും, എല്ലായിടങ്ങളിലും ആയിരിക്കണമെന്നില്ല. എന്നിട്ടാണ് നമ്മൾ അനുരഞ്ജനത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. വിശുദ്ധ കുർബാന അനുഭവിച്ചതായിട്ടുള്ള നാക്കുകൊണ്ട് അത് കഴിഞ്ഞ് പിന്നീട് പറയുന്നതായിട്ടുള്ള വാക്കിന് പുലബന്ധമില്ലാതെ പോവുകയാണ് നമ്മുടെ വിശ്വാസ സമൂഹത്തിൽ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു എന്ന് പറഞ്ഞതായിട്ടുള്ള നാവ് കൊണ്ട് ആരാധന കഴിയുമ്പോൾ പറയുന്നതായിട്ടുള്ള അടുത്ത വാചകം പലപ്പോഴും ഒരു ബന്ധവുമില്ലാത്തതാണ്. ലോകം ഒന്നാവണമെന്ന് ക്രിസ്തുവിൻ്റെ നാമത്തിൽ പറയുന്ന സുവിശേഷം കൊട്ടേഷൻ മാർക്കിൽ പ്രസംഗിക്കുന്നതായിട്ടുള്ള സഭകൾ തമ്മിലുള്ള അടിയും തല്ലും വിഘടനവും കഴിഞ്ഞിട്ട് ഇനി സുവിശേഷം പറഞ്ഞാൽ മതി എന്ന് ലോകം ഇപ്പോൾ നമ്മളോട് പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിലാവട്ടെ. അതുകൊണ്ട് അനുരഞ്ജനത്തിന് പൊതുസമൂഹത്തിൽ എന്ന് പറയുമ്പോൾ പറഞ്ഞു തുടങ്ങേണ്ടുന്നത് സഭയിൽ നിന്ന് തന്നെയാണ്, സഭയെക്കുറിച്ച് തന്നെയാണ് എന്ന് ഞാൻ പറയുകയാണ്. രണ്ടാമതായിട്ട് മതം. ഇന്ന് ഏറ്റവും കൂടുതൽ വിഘടനം സംഭവിക്കുന്നത്, അകൽച്ച സംഭവിക്കുന്നത് മതത്തിൻ്റെ പേരിലല്ലേ? ദൈവവിശ്വാസത്തിൻ്റെ പേരിലല്ലേ? ലോകത്തിൽ ഇന്ന് യുദ്ധം മൂലം ഉണ്ടാകുന്നതിനേക്കാളും കൂടുതൽ നാശനഷ്ടങ്ങളും കെടുതികളും മതത്തിൻ്റെയും ദൈവത്തിൻ്റെയും പേരിലല്ലേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? മുൻപെങ്ങും ഇല്ലാതിരുന്നത് പോലെ ഇപ്പോൾ നമ്മളൊക്കെ എന്ത് ഭക്ഷിക്കണം, എന്ത് വസ്ത്രം ധരിക്കണം, എവിടെ പോകണം, എങ്ങനെ ഇരിക്കണം എന്നൊക്കെ പോലും, എന്ത് കലാരൂപം നമ്മൾ കാണണം, നമ്മൾ എന്ത് പറയണം, നമ്മൾ പറയുന്ന വാക്കുകൾ എന്തായിരിക്കണം എന്നൊക്കെ ഇപ്പോൾ മതം തീരുമാനിച്ചു തുടങ്ങിയിരിക്കുകയാണ്. ഇതൊന്നും ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാവുന്നുണ്ട്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൻ്റെ സാധാരണ കാര്യങ്ങളെ പോലും ഇന്ന് മതമാണ് തീരുമാനിക്കുന്നത്. ഇങ്ങനെ ആയിരുന്നില്ലല്ലോ. ഇവിടെ ഇരിക്കുന്ന മുതിർന്നവരായിട്ട് പലരും, നമ്മുടെ ഒരു 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 ചെറുപ്പകാലത്ത് പോലും ഇങ്ങനെയൊന്നും ആയിരുന്നു. പണ്ട് 100 കൊല്ലം മുമ്പത്തെ കാര്യമൊന്നും നമ്മൾ ഈ പറയുന്നത്. ഒരു 20-25 വർഷങ്ങൾക്ക് പോലും ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. നിശ്ചയമായും മുതിർന്നവരായിട്ടുള്ള ആളുകൾക്ക് ഞാൻ ഈ പറയുന്നത് കൃത്യമായി മനസ്സിലാവും. മതവും ദൈവമല്ല, ദൈവത്തിൻ്റെ പേരിൽ സൃഷ്ടിക്കപ്പെടുന്നതായിട്ടുള്ള കലഹങ്ങൾ, കോലാഹലങ്ങൾ. പൊതുസമൂഹത്തിൽ നിന്ന് അനുരഞ്ജനം ആവശ്യമായിരിക്കുന്നത് ദൈവത്തിൻ്റെ പേരിൽ, ദൈവത്തെ നിരസിക്കുന്നവരുടെ ആളുകളുമായിട്ടല്ല, ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന ആളുകൾ തമ്മിലാണ്. ഞാൻ പറയും, ഈ നിരീശ്വരവാദികൾ അത്ര വലിയ പ്രശ്നവും അപകടമൊന്നും ലോകത്തിന് സൃഷ്ടിക്കുന്നു എന്ന് ഞാൻ വിചാരിച്ചു. നമ്മളവരെ വലിയ പ്രശ്നക്കാരായിട്ടാണ് കാണുന്നത്. ഞാൻ അവരെ ഒരിക്കലും വലിയ പ്രശ്നക്കാരായിട്ട് കാണുന്നത്. ഒന്നാമത്തെ കാരണം, നമ്മളൊരു മൊത്തത്തിൽ നോക്കിയാൽ നിരീശ്വരവാദികൾ, ദൈവം പറയുന്ന ആളുകളുടെ എണ്ണം താരതമ്യേന കുറവാണ്. ദൈവം ഉണ്ടെന്ന് പറയുന്ന ആളുകളുടെ എണ്ണമാണ് കൂടുതൽ. അതുകൊണ്ടൊരു ന്യൂമറിക്കലി അങ്ങനെ ഒരു അംഗസംഖ്യയിൽ എണ്ണത്തിലൊന്നും അവർ വലിയൊരു ഭീഷണിയൊന്നുമല്ല. 2, അവരതിൻ്റെ പേരിൽ നമ്മളെ ആരെയും കൊല്ലാൻ വരുന്നില്ലല്ലോ. നീ എന്താടാ ദൈവത്തിൽ വിശ്വസിക്കാതെന്ന് ചോദിച്ച് അച്ഛനെ ആരെങ്കിലും കൊല്ലാൻ വന്നില്ലല്ലോ.
നീ എന്തിനാണ് എൻ്റെ ദൈവത്തിൽ വിശ്വസിക്കാത്തതെന്ന് ചോദിച്ചാണ് ഞാൻ അച്ഛനെ തല്ലാൻ വരുന്നത്. നീ എന്തിനാണ് ദൈവത്തിൽ വിശ്വസിക്കുന്നത് ചോദിച്ചു ഒരു നിരീശ്വരവാദിയും നമ്മളെ തല്ലാൻ വന്നില്ല. എൻ്റെ ദൈവത്തിൽ നീ വിശ്വസിക്കാത്ത എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാണ് ഞാൻ നിന്നെ തല്ലാൻ വരുന്നത്. അപ്പോൾ തല്ലുന്നത് കൊള്ളരുതായ്മ കാണിക്കുന്ന നിരീശ്വരവാദി അല്ലല്ലോ, ഈശ്വരവാദിയല്ലേ? അല്ലേ? ആന്നു. അവരാരും നമ്മളെ അവരിങ്ങനെ ബുദ്ധി കൊണ്ടും വാക്കുകൾ കൊണ്ടും ഒക്കെ ഇങ്ങനെ പല കാര്യങ്ങൾ പറയുന്നുണ്ട്. സ്വീകരിക്കാതിരിക്കും. അവരാരും നമ്മളെ തല്ലാനും കൊല്ലാനും വരുന്നില്ല. അതുകൊണ്ട് ഇന്ന് അനുരഞ്ജനം പൊതുസമൂഹത്തിൽ ആവശ്യമായിരിക്കുന്നത് ഈശ്വരൻ ഇല്ല എന്ന് പറയുന്നവരുമായിട്ടല്ല, ഈശ്വരൻ ഉണ്ട് എന്ന് പറയുന്നവരായിട്ടുള്ള ആളുകളുമായിട്ടാണ്. അവർ തമ്മിലാണ് ഏറ്റവും വലിയ അകൽച്ച സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. 3, ജാതിയുടെ പേരിൽ. അതൊന്നും ഇന്നും പൂർണ്ണമായി നമ്മുടെ സമൂഹത്തിൽ നിന്ന് മാറിപ്പോയിട്ടില്ലല്ലോ. നമ്മുടെ സമൂഹത്തിൽ നിന്ന് പോലും മാറിപ്പോയിട്ടില്ലല്ലോ. പാപ്പു, ചേക്കോ എന്നൊക്കെ അക്ഷരങ്ങളിൽ ആരംഭിക്കുന്നതായിട്ടുള്ള ജാതികളൊക്കെ ഇപ്പോഴും നമ്മളുടെ മനസ്സിൽ നമ്മൾ സജീവമായി നിർത്തിയിരിക്കില്ല. വാഗൊണ്ട് പറയാൻ ഇക്കാലത്ത് പേടിയാണ്. ഇപ്പം അങ്ങനെ പറയാൻ പാടില്ല. പറഞ്ഞാൽ അപകടമാകുന്ന ഒറ്റ കാരണത്താൽ നമ്മൾ വാഗൊണ്ട് പറയുന്നില്ലെന്നുള്ളതേ ഉള്ളൂ. ഉള്ളിൽ മനസ്സിൽ വളരെ സജീവമായി നമ്മൾ നിലനിർത്തിയിരിക്കുകയാണ് ഈ ജാതി ബോധങ്ങൾ. അവർ നമ്മുടെ ഇടപെടലിലും നമ്മുടെ സംസാരത്തിലും നമ്മുടെ ബന്ധങ്ങളിലും ഒക്കെ ഇത് വളരെ കൃത്യമായി ഇപ്പോഴും മറഞ്ഞും തെളിഞ്ഞും പ്രകടമാകുന്നുണ്ട് എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങളെ നിഷേധിക്കും എന്ന് ഞാൻ കരുതുന്നില്ല. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് CSC മധ്യകേരള മധ്യകേരള ഇടവകയിൽ, മഹാ ഇടവകയിൽ ഒരു ദളിത് ബിഷപ്പുണ്ടായി. TS ജോസഫ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. എനിക്കൊക്കെ നല്ല ഓർമ്മയുണ്ട്. ഞാൻ അദ്ദേഹത്തോട് നേരിട്ട് ഇടപെട്ടിട്ടുള്ള ആളാണ്. അദ്ദേഹം ബിഷപ്പായി കഴിഞ്ഞപ്പോൾ ആ സഭയിലെ ഒരു സൂക്രി, ഒരു ശ്രീരാനി ക്രിസ്ത്യാനി CSCക്കാരൻ എന്നോട് പറഞ്ഞു, ഞങ്ങളാരും ഞങ്ങളുടെ ബിഷപ്പിൻ്റെ കൈമുത്താൻ പോവില്ല, മുശുക്ക് നാറും എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. മുശുക്ക് എന്ന് പറയാൻ അറിയാം? ആ വാക്ക് ഇവിടെയൊക്കെ ഉണ്ടോ? ഇതൊരു CSCക്കാരൻ എന്നോട് പറഞ്ഞ വാക്കാണ്. ബിഷപ്പ് TS ബിഷപ്പ് മധ്യകേരള മഹാ ഇടവകയുടെ ബിഷപ്പായിരുന്ന കാലത്ത് അദ്ദേഹം നന്നായി ഭദ്രാസനം കൊണ്ടുപോയി. അദ്ദേഹം നിര്യാതനായി. വാഗൊണ്ട് പറയാതെ ഉള്ളിൽ നാം മറച്ചു വെച്ചിരിക്കുന്നതായിട്ടുള്ള മാലിന്യ കൂമ്പാരങ്ങളുടെ ദുർഗന്ധം ബിഷപ്പിന്റെ കൈക്കുണ്ടെന്ന് ഇവൻ പറയുന്നതായിട്ടുള്ള മുശിക്ക് നാറ്റത്തെക്കാളും വലിയ നാറ്റമാണ് ഇവന്റെ മനസ്സിൽ അവൻ സൂക്ഷിച്ചിരിക്കുന്നതായിട്ടുള്ള ജാതി ബോധത്തിൽ നിന്ന് നിർഗമിക്കുന്നതായിട്ടുള്ള ദുർഗന്ധം. ബിഷപ്പിന്റെ കൈമുത്താൻ മുശിക്ക് നാറുമെങ്കിൽ ഇവന്റെ അടുത്ത് നിൽക്കാൻ പോലും എനിക്ക് പ്രയാസമാണ്. കാരണം അത്രയ്ക്കേറെ ദുർഗന്ധമാണ് അവൻ്റെ ഉള്ളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്നതായിട്ടുള്ള ജാതിബോധത്തിൻ്റെ മാലിന്യത്തിൽ നിന്നും നിർഗമിക്കുന്നത്. നമ്മുടെ ഉള്ളിൽ ഇതില്ല എന്നൊക്കെ നിഷേധിക്കാൻ സാധിക്കുമോ? ചോദിക്കണം നമ്മളോട് തന്നെ. അനുരഞ്ജനത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഞാൻ ഇന്നും അനുരഞ്ജനപ്പെട്ടിട്ടില്ലാത്തതായിട്ടുള്ള, എനിക്കിന്നും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ലാത്തതായിട്ടുള്ള, എനിക്ക് നിരക്കാൻ കഴിഞ്ഞിട്ടില്ലാത്തതായിട്ടുള്ള, എൻ്റെ ഉള്ളിൽ ഞാനിപ്പോഴും സജീവമായി വെച്ച് പുലർത്തുന്നതായിട്ടുള്ള ജാതിബോധം, അതിനെക്കുറിച്ച് ഞാൻ ദൈവം പറഞ്ഞല്ലോ, ഞാൻ സൃഷ്ടിച്ചതിനെ മലിനം എന്ന് പറയാൻ നീ ആരാ? ആ ചോദ്യത്തിൽ ഇതെല്ലാം ഉൾപ്പെടുന്നുണ്ടോ ഇല്ലയോ? നമ്മൾ അധകൃതരെന്നും ദളിതരെന്നും അതെന്നും ഇതെന്നും പറയുന്നവരൊക്കെ ദൈവം ഇറക്കുന്നതായിട്ടുള്ള ഈ വട്ടിയിൽ ഉൾപ്പെടുന്നവരാണോ ഇല്ലയോ? ഇല്ല എന്ന് പറയാൻ നമ്മുടെ നാവ് പൊങ്ങുമോ? ഇവരാരും ദൈവത്തിൻ്റെ സൃഷ്ടിയല്ല എന്ന് പറയാൻ നമ്മുടെ നാവ് പൊങ്ങുമോ? അങ്ങനെയാണെങ്കിൽ ദൈവം തിരിച്ച് നമ്മളോട് ചോദിക്കുന്നു, ഈ ലോകമാകുന്ന വട്ടിയിൽ ഞാൻ ഇറക്കി വെച്ചിരിക്കുന്ന ആരെയെങ്കിലും മലിനമെന്ന് പറഞ്ഞ് മാറ്റി നിർത്താനായിട്ട് നീ ആര്? ഭാഷയുടെ പേരിൽ ഞാൻ ഓരോന്ന് വളരെ വേഗം പറഞ്ഞു പോവുകയാണ്. വിശ്വാസത്തിൻ്റെ പേരിൽ, ദൈവത്തിൻ്റെ പേരിൽ, ജാതിയുടെ പേരിൽ, ഭാഷയുടെ പേരിൽ എൻ്റെ ഭാഷ സംസാരിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഒരാൾ എനിക്ക് അന്യനാണ്. നമ്മുടെ ഭാഷ സംസാരിക്കാൻ അറിയാത്തവരായിട്ട് ഒത്തിരി ആളുകൾ ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ നമ്മോടൊപ്പം ജീവിതം പങ്കുവയ്ക്കുന്നുണ്ട്. അവർ മിക്കവാറും നമുക്ക് ഒഴിവാക്കാനാവാത്തതായിട്ടുള്ള ഒരു ജനവിഭാഗമായി അവർ മാറിക്കഴിഞ്ഞു. ബംഗാളികൾ എന്ന ഒറ്റ വാക്കിൽ നമ്മൾ മുദ്ര കുത്തുന്നവരായിട്ട് അവരാരും എല്ലാവരും ബംഗാളികളൊന്നുമല്ല. അത് നിങ്ങൾക്കറിയാം, എനിക്കും അറിയാം. പക്ഷെ ഒറ്റ വാക്കിൽ നമ്മൾ ഇവരെല്ലാവരും ഉൾപ്പെടുത്തുകയാണ്. നമ്മൾ ബോംബെയിൽ തീർന്നുകൾ നമ്മളെല്ലാവരും മദ്രാസികളാണ് എന്ന് പറയുന്ന പോലെ തെക്കേ ഇന്ത്യക്കാരെല്ലാവർക്കും മദ്രാസികളാണ്. ഇന്ന് നമ്മൾ ഈ ബംഗാളികൾ എന്ന ഒറ്റ വാക്കിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതായിട്ടുള്ള സമൂഹം ഇല്ലാതെ നമുക്ക് കേരളത്തിൽ ജീവിക്കാനാവില്ല എന്നുള്ള അവസ്ഥയിൽ നമ്മൾ എത്തിപ്പെട്ടിരിക്കുകയല്ലേ. പക്ഷെ ഇപ്പോഴും ഉള്ളിൽ നമുക്ക് അവരോടൊരു പുച്ഛമാണ്. അതിഥി തൊഴിലാളികൾ എന്നൊക്കെ എന്ന പേര് നമ്മുടെ മുഖ്യമന്ത്രി നമുക്ക് കൽപ്പിച്ച് നൽകിയെങ്കിലും അത് നമ്മുടെ ഉള്ളിലൊന്നും കയറിയിട്ടില്ല.
നമ്മുടെ എല്ലാ ആവശ്യങ്ങൾക്കും പെട്ടെന്ന് വിളിക്കാനും ഓടി വരാനും എന്തെങ്കിലും ചെയ്തു തരാനും ഇപ്പോഴും ഈ ബംഗാളിയെ ഉള്ളുവെങ്കിലും മലയാളിയുടെ ഉള്ളിൽ ഇപ്പോഴും മലയാളിയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവനോടൊരു പുച്ഛമാണ്, അകൽച്ചയാണ്. അവർക്കതുകൊണ്ട് കുഴപ്പമുണ്ട്, അതൊക്കെ ശരിയാ. കുഴപ്പം ആർക്കായില്ലാത്ത നമ്മളെക്കുറിച്ച് അത് തന്നെയല്ലേ പറയുക. നാം സംസാരിക്കുന്ന ഭാഷ മറ്റൊരാൾ സംസാരിക്കുന്നില്ല എന്നൊരൊറ്റ കാരണത്താൽ തന്നെ നാം നമ്മിൽ നിന്നും അകറ്റി നിർത്തുന്നവരായിട്ടുള്ള എത്രയോ ആളുകൾ. ഭാഷ സൃഷ്ടിക്കുന്നതായിട്ടുള്ള വിഘടനങ്ങൾ, വേർതിരിവുകൾ അവിടെ ആവശ്യമായിരിക്കുന്നു. കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ട് രണ്ട് കാര്യങ്ങൾ കൂടെ ഞാൻ വളരെ വേഗം പറയട്ടെ. ഞാനിതുവരെയും മതം, ദൈവവിശ്വാസം, ജാതി, ഭാഷ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. അത് തന്നെയും ഇനി പലത് പറയാൻ കാണും, ഞാൻ അത് നിർത്തി. അല്പം വ്യത്യസ്തമായിട്ട് നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഈ സമൂഹത്തിൽ കുടുംബ ബന്ധങ്ങളുടെ തകർച്ച നമ്മൾ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും സമ്മതിച്ചാലും സമ്മതിച്ചില്ലെങ്കിലും വളരെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു, വ്യാപകമായി കൊണ്ടിരിക്കുന്നതിനെ കുറിച്ച് തർക്കമില്ല. കഴിഞ്ഞ ദിവസം അതിനെക്കുറിച്ചൊക്കെ കെ തോമസ് അച്ഛൻ പറഞ്ഞു എന്നാണ് എൻ്റെ ഓർമ്മ. അതൊന്നും ശരിയോ തെറ്റോ എന്നൊന്നും പറയുകയല്ല. പക്ഷേ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, വിവാഹബന്ധത്തിൻ്റെ അവസ്ഥയിൽ നിന്നും പുറത്തു വന്നിരിക്കുന്ന, അവരെ നമ്മൾ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാക്കെന്തുമായിക്കൊള്ളട്ടെ, വിവാഹബന്ധത്തിൻ്റെ അവസ്ഥയിൽ നിന്നും പുറത്തു വന്നിരിക്കുന്ന ആളുകളെ ഇപ്പോഴും നമ്മൾ കാണുന്ന കണ്ണുകളെ എന്താണ്? ഏത് കണ്ണുകളിലൂടെയാണ് നമ്മൾ കാണുന്നത്? നിങ്ങൾക്കറിയാമോ, ഈ കഴിഞ്ഞ ഒക്ടോബർ മാസം 4-ാം ഞായറാഴ്ച നമ്മുടെ കുടുംബദിനമായിരുന്നു. പല ഇടവുകളിലും വന്ന് ചില ആളുകൾ കുടുംബ ഞായറായിട്ട് പള്ളിയിൽ പോയിട്ടില്ല. എന്താ കാരണം എന്നറിയാമോ? കുടുംബ ഞായറായതുകൊണ്ട് തന്നെ. കാരണം നമ്മൾ കുടുംബം എന്ന് പറഞ്ഞു വെച്ചിരിക്കുന്നതായിട്ടുള്ള പരമ്പരാഗതമായിട്ടുള്ള വ്യാഖ്യാനത്തിൽ ഉൾച്ചേർന്ന് നിൽക്കാൻ അവരോടൊപ്പം ഒരാളില്ല എന്നുള്ളത് കൊണ്ട്. നിങ്ങളെല്ലാവരും കുടുംബമായി പള്ളിയിൽ വരണം, എല്ലാവരും കുടുംബമായിട്ട് കുർബാന കൊള്ളണം എന്നൊക്കെ അച്ഛൻ പറയുമ്പോൾ സുന്ദരമായ ആശയമാണ്. ആശയം അതിൽ തന്നെ കുഴപ്പമുള്ളതല്ല. പക്ഷേ അത് പറയുമ്പോൾ അതിന് പുറത്തായി പോകുന്നവരായിട്ട് ഒരു കൂട്ടം ആളുകൾ നമ്മുടെ എല്ലാ പള്ളികളിലും ഉണ്ട്. അവരാരോടൊപ്പം നിൽക്കും. അതുകൊണ്ട് ഞാൻ പള്ളിയിൽ പോയില്ല എന്ന് എന്നോട് പറഞ്ഞവരായിട്ടുള്ള ആളുകളുണ്ട്. ഇന്ന് കുടുംബ ഞായർ ആയതുകൊണ്ട് അച്ഛാ ഞാനിന്ന് പള്ളിയിൽ പോയില്ല. ജീവിത പങ്കാളികളെ നഷ്ടപ്പെട്ടു പോയ ആളുകൾ ഒരു വശത്ത്, എല്ലാവരും ഭാര്യാഭർത്താക്കന്മാരായി പോകുമ്പോൾ അവരോടൊപ്പം വരാൻ അവരുടെ ജീവിത പങ്കാളി ഇല്ല എന്നുള്ള അവരുടെ ഉള്ളിൽ സൃഷ്ടിക്കുന്നതായിട്ട് വിഷമം ഒന്ന്. ഭാര്യാഭർത്താക്കൻ, മാതാപിതാക്കളും മക്കളും കൂടെ ഒരുമിച്ച് പോകുമ്പോൾ കൂടെ വരാൻ മക്കളില്ലാത്തവരായിട്ടുള്ള ദമ്പതികളായിപ്പോയത് കൊണ്ട് അതിൻ്റെ അനപത്യ ദുഃഖം അനുഭവിക്കുന്നവരായിട്ടുള്ള ദമ്പതികൾ മറുവശത്ത്, കൂടെ വരാൻ മക്കളില്ല. മക്കളെ അകാലമായി നഷ്ടപ്പെട്ടു പോയവരായിട്ടുള്ള മാതാപിതാക്കളുണ്ട്. കഠിനമായിട്ടുള്ള വേദനിപ്പിക്കുന്ന ഓർമ്മയാണ്. കഴിഞ്ഞ ഒക്ടോബർ മാസം 4-ാം ഞായറാഴ്ച കുടുംബത്തിൽ ഞാൻ മൈലം ഇടവകയിലായിരുന്നു. എൻ്റെ 700ഓളം ആളുകൾ അന്ന് വിശുദ്ധ കുർബാന കൈക്കൊള്ളുവാനായിട്ട് വന്നു. കുറേയേറെ ആളുകൾ കണ്ണുനീരോടുകൂടെ കുർബാന സ്വീകരിക്കുന്നത് ഞാൻ കണ്ടു. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയാൻ പാടില്ല, ഞാൻ ചോദിച്ചില്ല, ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. കണ്ണുനീരോട് കുർബാന കൈക്കൊള്ളുന്ന ആളുകളുടെ തലയിൽ ഞാൻ കൈവച്ചു മനസ്സുകൊണ്ട് ഒരു നിമിഷം ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ നീ ഇവരോട് സംസാരിക്കണം. അവരുടെ തലയിൽ മാത്രം ഞാൻ കുർബാന കൊടുക്കുമ്പോൾ സാധാരണ ചെയ്യാറില്ല, കൊച്ചു കുഞ്ഞുങ്ങളുടെ തലയിൽ അല്ലാതെ ചെയ്യാറില്ല. കുർബാന സ്വീകരിക്കാതെ മാതാപിതാക്കളോടൊപ്പം വന്ന് മുട്ടുകുത്തുന്ന കൊച്ചു കുഞ്ഞുങ്ങളുടെ തലയിൽ ഞാൻ കൈവയ്ക്കാറുണ്ട്. കഴിഞ്ഞ ആ കുടുംബ ഞായറിൽ തങ്ങളുടെ ഉള്ളിൽ തിങ്ങിക്കൂടിയതായിട്ടുള്ള ദുഃഖം കണ്ണുനീരായി ഒഴുകിക്കൊണ്ട് മുമ്പിൽ വന്നതായിട്ടുള്ള ഒരു പിടി ആളുകൾ, അവരുടെയൊക്കെ തലയിൽ ഞാൻ കൈവച്ചു. എനിക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോയിട്ടുള്ള ആ ദുഃഖം ഉള്ളിൽ പേറുന്ന അവരെ ദൈവമേ നീ കാണുന്നുണ്ടല്ലോ. എവിടെയാണ് ബന്ധങ്ങളിൽ പുറത്തു പോയവർ, ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോയവർ, ഇവരെയൊക്കെ നമ്മളൊന്ന് ചേർത്ത് പിടിക്കുന്നത്? എന്തെങ്കിലും കാരണത്താൽ വിവാഹം നടക്കാതെ പോയവരായിട്ടുള്ള ആളുകളുണ്ട് എന്ന് വിചാരിക്കുക. വിവാഹം വേണ്ടാന്ന് വെക്കുന്നുള്ള ആളുകളുണ്ട്, അവരെക്കുറിച്ചല്ലേ പറയാം. അവർക്ക് ആഗ്രഹം പക്ഷേ സാധിക്കുന്നില്ല. അങ്ങനെയുള്ള യുവതി യുവാക്കന്മാർ നമ്മുടെയൊക്കെ ഇടയിലുണ്ട്. അവരെ കണ്ടാൽ നമുക്ക് ചോദിച്ചേ ഒക്കൂ, മോളെ കല്യാണമൊന്നും ആയില്ലേ? പിന്നെ അവൾ പള്ളിയിൽ വരികയില്ല. അങ്ങനെ പള്ളിയിൽ വരവ് നിർത്തിയ ഒരു പെൺകുട്ടി എൻ്റെ ഇടവകയിലുണ്ടായിരുന്നു, ബോംബെയിൽ. സ്ഥിരമായി പള്ളിയിൽ വന്നുകൊണ്ടിരുന്ന അവൾ 3 ആഴ്ച തുടർച്ചയായി പള്ളിയിൽ വരുമ്പോൾ ഞാനും എൻ്റെ സഹധർമ്മിണിയും കൂടെ വീട്ടിൽ ചെന്ന് അവൾ, ഞങ്ങൾക്ക് വളരെ അടുപ്പമുള്ളൊരു കുടുംബം, ആ മോള് എന്താ പറയുക, ഈ ചോദ്യം സഹിക്കാൻ വയ്യാഞ്ഞിട്ട് ഞാൻ വരവ് നിർത്തിയാണെന്ന് പറഞ്ഞവൾ. അപ്പോൾ ഇനിയും ചോദിക്കുന്നവരോട് ഇങ്ങനെ മറുപടി പറയണമെന്നൊരു മറുപടിയൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ഞങ്ങൾ തിരിച്ചു പോകുന്നു. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ഇവരെയൊക്കെ നമ്മളങ്ങ് പുറത്ത് നിർത്തുകയാണ്, ചേർത്ത് നിർത്താനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ
വൃദ്ധരായിട്ടുള്ള ആളുകൾ. പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, വൃദ്ധരെ ചേർത്ത് പിടിക്കുന്ന ഒരു സമൂഹം ഇന്നും നമ്മുടെ ഭാരതത്തിൽ ഉണ്ടായിട്ടില്ല. അതിൻ്റെ വൃദ്ധർക്ക് യാത്ര ചെയ്യുന്ന സൗകര്യങ്ങളെക്കുറിച്ച് ഇന്ന് ഞങ്ങൾ സംസാരിക്കുകയുണ്ടായി. യാത്രാ സൗകര്യം മാത്രമല്ല, വയസ്സായില്ലേ വീട്ടിലെങ്ങാണ് ഇരുന്നാൽ പോരെ എന്നൊക്കെ ചോദിക്കുന്നതായിട്ടുള്ള ധാർഷ്ട്യത്തിൻ്റെ വാക്കുകളുടെ മുമ്പിൽ ചൂളിപ്പോകുന്നത് കൊണ്ട് മാത്രം സമൂഹത്തിൽ പുറത്തേക്കിറങ്ങാൻ മടിക്കുന്നതായിട്ടുള്ള വൃദ്ധർ, അവരെവിടെയോ ഒറ്റപ്പെട്ടു പോവുകയാണ്. വൃദ്ധരെ നമ്മുടെ മനസ്സിൽ നമ്മൾ പുറത്തു നിർത്തിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം എന്നോട് ഒരാൾ പറഞ്ഞു, അച്ഛാ ഞാൻ ഞായറാഴ്ചകളിൽ ഇപ്പോൾ പള്ളിയിൽ പോക്ക് നിർത്തി. അതിന് അദ്ദേഹം ഒന്ന് രണ്ട് കാരണങ്ങളൊക്കെ പറഞ്ഞു, അതിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല. ഞാൻ പറഞ്ഞിട്ട് ഞാനിപ്പോൾ എല്ലാ ഞായറാഴ്ചയും ചെയ്യുന്ന ഒരു മർദ്ദമ സഭാംഗമാണ്. എല്ലാ ദിവസവും രാവിലെ രോഗം കൊണ്ടും വാർദ്ധക്യം കൊണ്ടും ദേവാലയത്തിൽ വരാൻ കഴിയാത്തവരായിട്ടുള്ള കുറേയേറെ ആളുകളുണ്ട്. ഞാൻ ഇവരെയൊക്കെ സന്ദർശിക്കാൻ ഒരു 3-4 കുടുംബങ്ങൾ എല്ലാ ദിവസവും ഒരു 10 മണി മുതൽ 12 മണി വരെ ഞാൻ സന്ദർശിക്കും അവരോട്. കാരണം അവർക്ക് ദേവാലയത്തിൽ വരാൻ നിവൃത്തിയില്ല. എനിക്ക് ദേവാലയത്തെക്കാളും പ്രധാനമായും അർത്ഥവത്തായും അനുഭവപ്പെടുന്നത് ഇവരോടൊത്ത് സമയം ചെലവിടുന്നതാണ്. അദ്ദേഹം പള്ളി പോകാതെ ശരിയാണോ തെറ്റാണോ അതൊന്നും നമ്മൾ അങ്ങനെയൊന്നും ചോദിച്ച് നമ്മൾ അതിൻ്റെ മൊന ഒടിച്ച് കളയരുത്. ആരും കാണാനില്ലാത്തവരും ആരും സന്ദർശിക്കാനില്ലാത്തവരും ആരും സംസാരിക്കാനില്ലാത്തവരുമായിട്ടുള്ള ആളുകളെ നെഞ്ചോട് ചേർത്ത് പിടിക്കാനുള്ള ഒരു മനസ്സിനെ നമ്മൾ കണ്ടാൽ മതി. മറുഭാവം വിട്ടുകളയുക. വൃദ്ധരെ നമ്മുടെ മനസ്സിൽ നിന്നും പലപ്പോഴും പുറത്തു നിർത്തിയിരിക്കുകയല്ലേ. അവരൊരു അസൗകര്യമാണ്. ഓൾഡ് ഏജ് ഈസ് ആൻ ഇൻകൺവീനിയൻസ്. വാർദ്ധക്യം ഒരു അസൗകര്യമായി മാറിയിരിക്കുന്നു ചെറുപ്പക്കാർക്ക്. വൃദ്ധർ ഒരു അസൗകര്യമാണ്, ഒരു ഇൻകൺവീനിയൻസ് ആണ് യുവതലമുറയ്ക്ക്, യൗവനക്കാർക്ക്. വൃദ്ധരെ നമുക്ക് ഉൾക്കൊള്ളാൻ തക്കവണ്ണം ഒരു അനുരഞ്ജനത്തിൻ്റെ മനസ്സ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം എന്ന്. അതുപോലെ തന്നെ ശാരീരികമായ മാനസികമായിട്ടുള്ള പരിമിതികളിൽ ജീവിക്കാൻ നിർബന്ധിതരായിട്ടുള്ള ആളുകൾ ഇപ്പോഴും എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ അവരെ സൂചിപ്പിക്കാനുള്ള വാക്കുകളൊക്കെ മാറ്റിയെടുത്തിട്ടുണ്ട് ഇന്ന് ഭാഷയിൽ. പണ്ട് ഉപയോഗിച്ചിരുന്ന വാക്കുകളൊന്നും ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല. എങ്കിലും ഞാൻ ജാതിയെക്കുറിച്ച് പറഞ്ഞ പോലെ പറയാൻ ഉപയോഗിക്കുന്ന വാക്കുകൾക്ക് മാറ്റം വന്നെങ്കിൽ നമ്മുടെ ഉള്ളിലെ മനസ്സിനും മനോഭാവത്തിനും കാര്യമായിട്ടുള്ള മാറ്റമൊന്നും ഇപ്പോഴും സംഭവിച്ചിട്ടില്ല. ഇവരൊക്കെ ഒരു ദുരന്തമായിട്ടാണ്, ദൈവശാപമായിട്ടാണ് നമ്മൾ പലപ്പോഴും കാണുക. പരിമിതികളോടുകൂടെ ജീവിക്കുന്നവർ ആരുടെയോ ദുരന്തം. കാഴ്ചയില്ലാത്ത മനുഷ്യനെക്കുറിച്ച് ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ച അതേ ചോദ്യം വ്യത്യസ്ത രൂപത്തിലും ഭാവത്തിലും ഇന്ന് അനേകരുടെ മനസ്സിൽ വരും. എന്താണ് അവർ ചോദിച്ചത്? കർത്താവേ, ഇവൻ അന്ധനായി ജനിച്ചതിന് കാരണം ഇവനോ ഇവൻ്റെ അമ്മയപ്പന്മാർ ആരുടെ പാപമാണ് എന്ന്. പാപമാണെന്നുള്ള കുറിച്ച് തർക്കം, ഇത് ആരുടെ ആണെന്നൊന്ന് ഫിക്സ് ചെയ്ത് കിട്ടിയാൽ മതി. ഇവൻ്റെ ആണോ ഇവൻ്റെ അമ്മയപ്പൻ, അത് ഫിക്സ് ചെയ്ത് കിട്ടിയാൽ മതി അവർക്ക്. അപ്പോൾ ഇതൊക്കെ ദൈവത്തിൻ്റെ കൊട്ടയിൽ, ദൈവം ഇറക്കി വെക്കുന്നതായിട്ടുള്ള കൊട്ടയിൽ, ലോകമാവുന്ന പ്രപഞ്ചമാവുന്ന കൊട്ടയിൽ ഇവർ ഉൾപ്പെട്ടിട്ടില്ലേ സഹോദരങ്ങളെ? അതാണ് എൻ്റെ ചോദ്യം. ഇവരാരും എൻ്റേതല്ല എന്ന് ദൈവം പറയുമോ? പറയില്ലല്ലോ, ദൈവം പറയില്ല. ഞാൻ നല്ലതെന്ന് കണ്ടിരിക്കുന്നതിനെ അഴുക്കെന്ന് പറഞ്ഞ് മാറ്റി നിർത്താൻ നീ ആര് എന്ന് പത്രോസിനോട് ചോദിച്ച ചോദ്യം വീണ്ടും നമ്മുടെ മുമ്പിൽ ഉയരുകയല്ലേ? നമ്മൾ ആരെയെങ്കിലുമൊക്കെ വാർദ്ധക്യത്തിൻ്റെ പേരിലോ അംഗവൈകല്യത്തിൻ്റെ പേരിലോ മാനസിക പരിമിതികളുടെ പേരിലോ നമ്മളുടെ ഉള്ളിൽ നിന്നും നമ്മൾ മാറ്റി നിർത്തുമ്പോൾ ഇവയെല്ലാം ഈ പറഞ്ഞ കാര്യം 5-6-7 കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ തൽക്കാലം അതവിടെ അവസാനിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞതും പറയാതെ പോയതുമായിട്ടുള്ള ഈ വിധത്തിലുള്ള വേർതിരിവുകളും അകൽച്ചകളെല്ലാം എങ്ങനെയാണ് സംഭവിക്കുന്നത്? എന്താ അതിൻ്റെ കാരണം? ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഉള്ളിൽ പത്രോസിനെ പോലെ വിശന്നിട്ട് കഠിനമായിട്ട് വിശപ്പായിരുന്നിട്ട് പോലെ തൻ്റെ ഉള്ളിൽ ഉറഞ്ഞുകൂടിയതായിട്ടുള്ള അവൻ്റെ മൂല്യബോധവും കാഴ്ചപ്പാടും മനോഭാവവും തൻ്റെ മുമ്പിൽ വെച്ചതായിട്ടുള്ള വസ്തുക്കളെ ഭക്ഷിക്കുന്നില്ലെന്ന് പിന്തിരിപ്പിച്ച് കളഞ്ഞു എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ഉള്ളിൽ ഉറഞ്ഞുകൂടിയിരിക്കുന്നതായിട്ടുള്ള വിധികളും മുൻവിധികളും, ജഡ്ജ്മെൻറ്റ്സ് ആൻഡ് പ്രെജുഡിസസ്, വിധികളും മുൻവിധികളും മൂലം നമ്മളിങ്ങനെ എല്ലാവരെയും അളക്കാനും എല്ലാറ്റിനെയും അളക്കാനും എല്ലാറ്റിനെയും കുറിച്ച് വിധി തീർപ്പ് കൽപ്പിക്കാനുമായിട്ടുള്ള ന്യായാധിപന്മാരായിട്ട്, ന്യായാധിപതികളായിട്ട് നമ്മൾ ഇരിക്കുകയാണ്. നമ്മുടെ ശരികളാണ് എല്ലാ ശരികളെയും അളക്കാനുള്ള അളവുകോൽ. നമ്മുടെ ശരികളെ എടുത്ത് നമ്മളിങ്ങനെ അങ്ങ് ലോകം മുഴുവനും പ്രയോഗിക്കുകയാണ്. ആ ശരികളിൽ നിന്നും നമ്മൾ വ്യതിചലിക്കാൻ
ഒരിക്കലും തയ്യാറില്ല. മറ്റാർക്കും ശരിയില്ല, മറ്റാർക്കും ശരി എന്താണെന്നറിയുമില്ല. ദൈവത്തിൻ്റെ ശരി പോലും പത്രോസിന് തെറ്റായിപ്പോയല്ലോ. അതുകൊണ്ടല്ലേ ദൈവത്തിന് ചോദിക്കേണ്ടി വന്നത്, പത്രോസേ, എൻ്റെ സൃഷ്ടിയെ മലിനമെന്ന് പറയാൻ നീയാണ്, എൻ്റെ ശരിയെ തെറ്റാണെന്ന് പറയാൻ നീ ആരാ? എൻ്റെ ശരികൾക്ക് മുമ്പിൽ നിങ്ങളുടെ എല്ലാവരുടെയും ശരികൾ ഇല്ലാതായി പോവുകയാണ്. ഇവിടെ നിങ്ങളുടെയൊക്കെ ശരികളെയും തെറ്റുകളെയും അളക്കുന്നത് എൻ്റെ ശരികൾ എന്ന അളവ് പോൽമാലമാണ്. ഞാൻ എൻ്റെ ഈ ചിന്തകൾ പങ്കുവയ്ക്കേണ്ട അവസാന ഭാഗത്തേക്ക് വരികയാണ്. അതുകൊണ്ട് ഈ പത്രോസിനുണ്ടായതുപോലുള്ള ഒരു ദർശനം നമ്മൾ പെട്ടുപോയിരിക്കുന്നതായിട്ടുള്ള നമ്മുടേതായിട്ടുള്ള ഈ വലയത്തിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവരാൻ നമുക്കും ആവശ്യമാണ് എന്ന് ഞാൻ പൂർണ്ണമായിട്ട് കരുതുകയാണ്. ഒരു സ്വാതന്ത്ര്യം നമുക്ക് ആവശ്യമുണ്ട്. സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുമെന്ന് യോഹന്നാന്റെ സുവിശേഷത്തിൽ ക്രിസ്തു പറഞ്ഞിട്ടുണ്ട്. അതെ, സ്വാതന്ത്ര്യം അനുഭവിപ്പാൻ സത്യം എന്താണ് നാം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. സത്യം കണ്ടെത്തുമ്പോഴാണ് നീ സ്വതന്ത്രനാവുന്നത്. ട്രൂത്ത് ഷാൽ മേക്ക് യു ഫ്രീ, ബട്ട് ഫോർ ദാറ്റ് യു നീഡ് ടു നോ വാട്ട് ട്രൂത്ത് ഈസ്. സത്യം സ്വതന്ത്രമാക്കുമെങ്കിൽ സത്യം എന്താണെന്ന് നാം അറിയണ്ടേ. പത്രോസിനുണ്ടായതായിട്ട് ദർശനം സത്യത്തെക്കുറിച്ചുള്ള തിരിച്ചറിവായിരുന്നു. സത്യത്തെക്കുറിച്ചുള്ള തിരിച്ചറിവിൽ നിന്നാണ് പത്രോസ് തൻ്റേതായിട്ടുള്ള ലോകത്തിൽ നിന്നും പൊട്ടി വെളിയിലേക്ക് വരാനായിട്ടിടയായത്. സത്യത്തിൻ്റെ തിരിച്ചറിവുകൾ സൃഷ്ടിക്കുന്നതായിട്ടുള്ള ദർശനങ്ങൾ നിശ്ചയമായും നമുക്കും ആവശ്യമാണ് എന്നിങ്ങനെ. സഹോദരങ്ങളെ, നമ്മൾ ആരെയൊക്കെയാണ് പുറത്ത് നിർത്തുന്നത്? നമ്മുടെ ജീവിതത്തിൻ്റെ പുറത്ത്, നമ്മുടെ മനസ്സിൻ്റെ പുറത്ത്. ഞാൻ ഒന്നുകൊണ്ട് കൊച്ചു ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കട്ടെ. നമ്മുടെ കർത്താവിൻ്റെ പ്രാർത്ഥന എന്താണ്? സ്വർഗസ്ഥനായ, ആ വാക്കൊന്നുകൂടെ പറഞ്ഞേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. അവിടെയാണ് എൻ്റെ ചോദ്യം. ഈ പ്രാർത്ഥന കുറഞ്ഞത് ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും പ്രാർത്ഥിക്കുന്നവരാണ് നമ്മളെല്ലാവരും, അല്ലേ? ആണ്, കുറഞ്ഞത് ഒരു പ്രാവശ്യമെങ്കിലും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ ഞങ്ങളുടേതെന്ന് പറയുന്നതിൽ നിങ്ങൾ ആരെയൊക്കെയാണ് പുറത്ത് നിർത്തുന്നത്? ആ ചോദ്യം നിങ്ങൾ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ഞങ്ങളുടെ പിതാവേ എന്ന് പറയുമ്പോൾ ഈ ഞങ്ങളുടെ എന്ന് പറയുന്നത് നിങ്ങൾ ആരെയൊക്കെ ഉൾക്കൊള്ളിക്കുന്നുണ്ട്? അല്ല, ആ ചോദ്യം അല്പം കൂടെ വ്യത്യസ്തമായി ചോദിക്കാം. നിങ്ങൾ ആരെയൊക്കെ പുറത്ത് നിർത്തുന്നുണ്ട്? ആരെയൊക്കെ പുറത്ത് നിർത്തിക്കൊണ്ടാണ് ഈ ഞങ്ങളുടെ എന്ന് നമ്മൾ പറയുന്നത്? ഞങ്ങളുടെ എന്ന് പറയുന്നത് സുരേഷ് അച്ഛനും മോത്തിയച്ഛനും ഒന്നുമില്ല. മോത്തിയച്ഛനെ സുരേഷ് അച്ഛനെ ഒഴിവാക്കിക്കൊണ്ട് ഞാൻ പറയാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ഇത് രണ്ടുപേരില്ല. ആരെയും പുറത്തു നിർത്താൻ നമുക്ക് അവകാശമില്ല എന്ന് നമ്മെ കൃത്യമായി ഓർമ്മിപ്പിക്കുന്ന പ്രാർത്ഥനയുടെ വാക്കുകളല്ലേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. വേണ്ടേ? പത്രോസിന് ഇറങ്ങിയതായിട്ടുള്ള തുപ്പട്ടിയുടെ ദർശനം പോലെയല്ലേ കർത്താവിന്റെ പ്രാർത്ഥനയുടെ ആദ്യ വാക്കുകൾ ഇപ്പോൾ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. ദൈവം ചോദിച്ച ചോദ്യം ഞാൻ ചോദിക്കുകയാണ്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പ്രാർത്ഥിക്കുന്ന മോളെ, നീ ആരെയൊക്കെ നിന്റെ ജീവിതത്തിൽ നിന്നും മലിനമെന്ന് പറഞ്ഞ് സ്വീകരിക്കാൻ പറ്റില്ല എന്ന് നീ മാറ്റി നിർത്തിയിട്ടുണ്ട്. ആരെയൊക്കെ നീ മാറ്റി നിർത്തിയിട്ടുണ്ട്. പത്രോസേ, ഞാൻ സൃഷ്ടിച്ചതിനെ മലിനമെന്ന് പറയാൻ നീ ആരാണ്? നീ ഞങ്ങളുടെ പിതാവേ എന്ന് എന്നോട് ഒരു ദിവസം 3 പ്രാവശ്യം പ്രാർത്ഥിക്കുമ്പോൾ നീ ആരെയൊക്കെ ഇപ്പോഴും പുറത്തു നിർത്തിക്കൊണ്ടല്ലേ ഏതെങ്കിലും കാരണത്താൽ നീ ആ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നത്? എവിടെയാണ് ഞങ്ങളുടെ എന്ന വാക്കിന് നീ കൊടുക്കുന്നതായിട്ടുള്ള അർത്ഥം? എന്താണ് നീ കൊടുക്കുന്നതായിട്ടുള്ള അർത്ഥം? നമ്മുടെ ഉറക്കം നഷ്ടപ്പെടുത്തുന്നതായിട്ടുള്ള ചോദ്യമാണതെന്നാണ് എൻ്റെ വിചാരം. ഇനിയും ആ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ വല്ലാതെ ഭയന്നു പോകും, നമ്മൾ വല്ലാതെ ഒന്ന് കിടുങ്ങും. നമ്മളോട് ഞാൻ ചോദിച്ചു, എൻ്റെ കർത്താവേ, ഞങ്ങളുടെ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം ഞാൻ ഇതുവരെയും ഒരിക്കലും അന്വേഷിച്ചിട്ടില്ലല്ലോ, ചോദിച്ചിട്ടില്ലല്ലോ. വിറയലോടുകൂടെ മാത്രമേ ആ വാക്കുകൾ ഇനി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളിത് ചൊല്ലി പദ്യം ചൊല്ലുന്ന പോലെയാണ് ഇപ്പം കർത്താവിൻ്റെ. അത് പാട്ടായിട്ടൊക്കെ നമ്മളൊക്കെ ചൊല്ലി വിടുകയാണ്. കർത്താവിൻ്റെ പ്രാർത്ഥന പാട്ടായിട്ട് ചൊല്ലാം, സുറിയാനി ചൊല്ലാം, മലയാളത്തിൽ ചൊല്ലാം, തമിഴിൽ ചൊല്ലാം, ഹിന്ദി ചൊല്ലാം. നീ എന്തിലും ചൊല്ലിക്കോ. ഞങ്ങളുടെ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം നീ ആ വാക്കിന് നീ എന്ത് അർത്ഥം കൊടുക്കുമല്ലോ ചോദ്യത്തിന് ഉത്തരം നിനക്ക് ഉണ്ടാവണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്നാണ് കർത്താവ് പറയുക. ഒന്നുകൂടെ നമ്മുടെ നിത്യാവിശ്വാസ പ്രമാണം, അതും ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മൾ ചൊല്ലുന്നുണ്ട് അല്ല. അതിൻ്റെ ആദ്യത്തെ വാചകം എന്താണ്? പിതാവായ അച്ഛൻ അങ്ങനെ പറഞ്ഞാൽ ഒക്കത്തില്ല. ഞങ്ങൾക്ക് ഒരു 50 മൈൽ സ്പീഡിൽ ചൊല്ലിയാലേ ഞങ്ങൾക്കത് കറക്റ്റായിട്ട് വരത്തുള്ളൂ. നിർത്തിയത് ചൊല്ലാൻ പറഞ്ഞാൽ ഞങ്ങൾക്ക് കിട്ടത്തില്ല. പിതാവായ സർവശക്തനായ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സകലത്തിൻ്റെയും സൃഷ്ടാവായ സത്യ ഏക ദൈവത്തിനെ കുറിച്ച് നീ ആരെയൊക്കെ പുറത്തു നിർത്തിക്കൊണ്ടാണ് ഈ നിത്യാവിശ്വാസ പ്രമാണത്തിന് 1-ാം ഖണ്ഡിക എല്ലാ ഞായറാഴ്ചയും ചൊല്ലുന്നത്?
നീ കഴിഞ്ഞ 34 വർഷമായിട്ട് ഈ ദേവാലയത്തിൽ കുർബാന കൊണ്ടിട്ട് നീ ഇപ്പോൾ ഒരിക്കൽ പോലും സംസാരിച്ചിട്ടില്ലാത്ത ഒരാൾ ഈ ഇടവകയിലുണ്ടാവും. നീ കഴിഞ്ഞ 33 വർഷമായിട്ട് ഈ ഇടവകയിൽ അംഗമായിട്ട് നീ ഒരിക്കൽ പോലും സന്ദർശിച്ചില്ലാത്ത ഒരു കുടുംബം ഈ ഇടവകയിൽ ഉണ്ടാവും. നീ കണ്ടിട്ടും കാണാത്ത മട്ടിൽ തിരിച്ചു പോയതായിട്ടുള്ള കുർബാന കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഇങ്ങനെ തിരിഞ്ഞു പോയതായിട്ടുള്ള 3 പേർ ഈ ഇടവകയിൽ ഉണ്ടാവും. എന്നിട്ടാണ് നീ നിത്യാവിശ്വാസപ്പെടാൻ ചൊല്ലുന്നത്, സകലത്തിൻ്റെയും സൃഷ്ടാവായ സത്യത. സകലത്തിൻ്റെ സൃഷ്ടാവാണെങ്കിൽ നീ മുഖം കൊടുക്കാതെ പോയതായിട്ടുള്ള അവളും കൂടി ഇതിനകത്ത് ഉൾപ്പെടുന്നില്ലേ? ഈ സകലത്തിനകത്ത് ഉൾപ്പെടുന്നുണ്ടോ ഇല്ലയോ? ഉണ്ട്. കർത്താവിൻ്റെ പ്രാർത്ഥന ഞങ്ങൾക്കകത്ത് നീ തിരിഞ്ഞു നടന്നതായിട്ടുള്ള അവനകത്ത് ഉൾപ്പെടുന്നുണ്ടോ ഇല്ലയോ? ചോദിച്ചാൽ ഉറക്കം നഷ്ടപ്പെടുത്തുന്ന, നമ്മുടെ സമാധാനം നഷ്ടപ്പെടുത്തുന്ന, സ്വസ്ഥത നഷ്ടപ്പെടുത്തുന്ന ഒരുപാട് ചോദ്യങ്ങളെ മനഃപൂർവ്വമായും അല്ലാതെയും സൗകര്യപൂർവ്വം ഒഴിവാക്കിക്കൊണ്ട് അത് സൃഷ്ടിക്കുന്നതായിട്ടൊരു സുഖത്തിലും സന്തോഷത്തിലും നമ്മളിങ്ങനെ ജീവിച്ച് മുൻപോട്ട് പോവുകയാണ്. നമ്മൾക്ക് മറ്റുള്ളവരെ ഉൾക്കൊള്ളാൻ സാധിക്കുക അനുരഞ്ജനം. ഇത് ഓർക്കണം, ഇത് നമ്മൾ വേറെ ആർക്കും ചെയ്യേണ്ടുന്ന ഔദാര്യമൊന്നുമല്ല. ഞാൻ മോത്തിയച്ഛനോട് അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന അച്ഛനോട് ഞാൻ അനുരഞ്ജനമാകുന്നത്, ഞാൻ അനുരഞ്ജനപ്പെട്ടിരുന്ന അച്ഛൻ ഇന്ന് രാത്രി എന്തെങ്കിലും കുഴപ്പം റോയി അച്ഛന് കുഴപ്പം വരുമെന്ന് വിചാരിച്ചല്ല. റോയി അച്ഛനോട് അനുരഞ്ജനം ആവശ്യം എൻ്റെ ആവശ്യമാണ്. റോയി അച്ഛന് നന്മയുണ്ടാകാൻ വേണ്ടി എൻ്റെ ഔദാര്യമൊന്നുമല്ല ഞാൻ അദ്ദേഹത്തോട് ശ്രമിക്കുന്ന അനുരഞ്ജനം. ഞാൻ ഒന്നും അനുരഞ്ജനപ്പെട്ടില്ലെങ്കിലും റോയി അച്ഛന് ഒരു കുഴപ്പം വരാനില്ല. ശത്രുക്കളെ സ്നേഹിക്കുക, ഉപദ്രവിക്കേണ്ട പ്രാർത്ഥിക്കുക. നമ്മൾ സ്നേഹിച്ചില്ല ശത്രുവിനുള്ള കുഴപ്പം വിചാരിച്ചാണോ? ശത്രുവിന് എന്നാ കുഴപ്പം? ശത്രു ഒരു കുഴപ്പമില്ല. നിന്റെ ഉറക്കം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് നീ ശത്രുവെന്ന് ആരെക്കുറിച്ച് കരുതുന്നുവോ, നീ ആരെക്കുറിച്ച് കരുതുന്നോ, ഹും യു തിങ്ക് ഈസ് യുവർ എനിമി, അവനോട് നിരപ്പാണ്. അനുരഞ്ജനം ആരോടും കാട്ടുന്നതായിട്ടുള്ള ഔദാര്യമല്ല, നമ്മൾ മനുഷ്യരാണെന്നുള്ളതിൻ്റെ തെളിവാണ്. അത് പറഞ്ഞാണ് ഞാൻ അവസാനിപ്പിക്കുന്നത്. നമ്മളിന്ന് വായിച്ച ഈ വേദഭാഗത്തിൻ്റെ ഒടുവിൽ 26ഉം 27 10-ാം അധ്യായത്തിൽ 26-28 വാക്യങ്ങളൊന്ന് വായിച്ചിട്ട് 28-ാമത്തെ വാക്യം, അന്യജാതിക്കാരുടെ അടുക്കൽ ചെല്ലുന്നതും അവനുമായി പെരുമാറ്റം ചെയ്യുന്നതും യഹൂദന് നിഷിദ്ധമെന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. എങ്കിലും നിങ്ങൾ വേദപുസ്തകം തുറക്കണ്ട, ശ്രദ്ധിച്ചാൽ മതി. ഒരു മനുഷ്യനെയും മലിനനോ അശുദ്ധനോ എന്ന് പറയരുതെന്ന് ദൈവം എനിക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ഇതാണ് വാസ്തവത്തിൽ പത്രോസിന്റെ ദർശനം. തുപ്പട്ടിയല്ല പത്രോസിന്റെ ദർശനം. പത്രോസിനുണ്ടായതായിട്ടുള്ള ദർശന അനുഭവത്തിൽ പത്രോസിന് യഥാർത്ഥത്തിൽ ഉണ്ടായതായിട്ടുള്ള കാഴ്ച, ദർശനം കാഴ്ചയാണല്ലോ. കാഴ്ച എന്ന് പറയുന്നത് 28-ാമത്തെ വാക്യമാണ്. എന്താണ് 28-ാമത്തെ വാക്യം? യഹൂദന് നിഷേധത്തെ നിങ്ങൾ അറിയുന്നു, എങ്കിലും ഒരു മനുഷ്യനെയും മലിനനോ അശുദ്ധനോ എന്ന് പറയരുതെന്ന് ദൈവം എനിക്ക് കാണിച്ചു തന്നിരിക്കുന്നു. അതുകൊണ്ട് അനുരഞ്ജനത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അനുരഞ്ജനം മറ്റാർക്കെങ്കിലും നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള ഔദാര്യമല്ല, നമ്മൾക്കുണ്ടായതായിട്ടുള്ളൊരു കാഴ്ചയുടെ വെളിപ്പെടുത്തലാണത്. പത്രോസ് കൊർന്നല്യോസിനെ സ്വീകരിക്കുന്നത് കൊർന്നല്യോസിന് എന്തെങ്കിലും നന്മയുണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചല്ല. പത്രോസ് മനുഷ്യനായി എന്നുള്ളൊരു തെളിവാണ് പത്രോസ് കൊർന്നല്യോസിനെ സ്വീകരിക്കുന്നത്. അല്ലേ? അധ്യായം കൊർന്നല്യോസിനെ കുറിച്ചാണല്ലോ. കൊർന്നല്യോസിനെ പത്രോസ് സ്വീകരിക്കുന്നത് കൊർന്നല്യോസ് നന്നായിക്കോട്ടെ എന്ന് വിചാരിച്ച് പത്രോസ് ചെയ്യുന്ന ഔദാര്യമൊന്നുമല്ല, താനൊരു മനുഷ്യനായി തീർന്നിരിക്കുന്നു എന്നുള്ള പത്രോസിന്റെ അടയാളപ്പെടുത്തലാണ് കൊർന്നല്യോസിനെ പത്രോസ് സ്വീകരിക്കുമ്പോൾ വെളിപ്പെടുത്തുന്നത്. 26-ാമത്തെ വാക്യം കൂടെ വായിച്ചു നമുക്ക് നിർത്താം. പത്രോസോ എഴുന്നേൽക്കാന്ന് പറയുന്ന ആരോടാണ്? കൊർന്നല്യോസിനാണ്. അവനെ വണങ്ങിയ കാൽക്കൽ വീണ് നമസ്കരിച്ച കൊർന്നല്യോസ് പറയാണ്, പത്രോസോ എഴുന്നേൽക്ക, ഞാനും ഒരു മനുഷ്യനത്രേ. ഒരു മനുഷ്യനുണ്ടാവുന്ന ഏറ്റവും വലിയ ദർശനം അതല്ലേ? ഏറ്റവും വലിയ തിരിച്ചറിവ് അതല്ലേ? ഇന്ന് മനുഷ്യനാണെന്നല്ലാതെ ബാക്കി ഒരുപാട് അറിവുകളുമായിട്ട് നടക്കുകയാണ്. ഒരുപാട് അറിവുകളുടെ ഇടയിൽ മുങ്ങിപ്പോകുന്നതായിട്ട് ഒരു തിരിച്ചറിവാണ് മനുഷ്യനാണെന്നുള്ള തിരിച്ചറിവ്. അറിവുകൾ ഒരുപാടുണ്ട്, പക്ഷേ മനുഷ്യനാണെന്നുള്ള ഏറ്റവും മൗലികമായ ആ തിരിച്ചറിവ് ഇല്ലാതായി പോവാണ്. പത്രോസിനുണ്ടായതായിട്ടുള്ള ദർശനത്തിൽ പത്രോസിനുണ്ടായതായിട്ടുള്ള ഏറ്റവും വലിയ തിരിച്ചറിവാണ് ഏത്? ഞാനൊരു മനുഷ്യനാണ്, ഞാനും ഒരു മനുഷ്യനാണ്. ഈ വർഷത്തെ പുനലൂർ സെൻട്രലിലെ കൺവെൻഷന്റെ ഫലമായി ഒരേ ഒരു കാര്യം സംഭവിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം.
പത്രോസിനുണ്ടായതായിട്ട് തിരിച്ച് എന്താണത്? ഞാനും ഒരു വാസ്തവ അതല്ലേ. ഈ ഞാൻ സാറിനെ ചോദിക്കുന്ന ചോദ്യം കൊണ്ട് ചോദിച്ച് നിർത്തുകയാണ്. ഈ ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള ഏറ്റവും വലിയ ആഗ്രഹവും സ്വപ്നവും എന്തായിരിക്കും? നമ്മളെല്ലാവരും കൂടി ദൈവത്തിന് ഏറ്റവും വലിയ ആഗ്രഹവും സ്വപ്നമാണ്. ദൈവത്തിന് ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, നമ്മളൊക്കെ മനുഷ്യരായി ജീവിക്കണം. നമ്മളൊന്നും മാലാഖമാരാവണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത് ഞാൻ കരുതില്ല. കാരണം മാലാഖമാരാണ് ദൈവം നമ്മളെ മാലാഖമാരായിട്ട് സൃഷ്ടിച്ചാൽ മതിയായിരുന്നല്ലോ. മനുഷ്യനെ സൃഷ്ടിക്കുകയും മാലാഖ ആവണമെന്നൊന്നുമല്ല. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് നമ്മളൊക്കെ മനുഷ്യരാണ്. ദൈവത്തിൻ്റെ നമ്മളെക്കുറിച്ചുള്ള ഏറ്റവും വലിയ സ്വപ്നം നമ്മളൊക്കെ മനുഷ്യരായി തീരുക എന്നുള്ളതാണ്. മനുഷ്യൻ ഒരു ശരിയായ അർത്ഥത്തിൽ. നല്ല മനുഷ്യൻ എന്ന് പറയുന്ന പോലും ശരിയായ പ്രയോഗമല്ലെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. നല്ല മനുഷ്യൻ്റെ മനുഷ്യനാവുക, അല്ല നല്ല മനുഷ്യൻ എന്താ പറയുന്നത്? മനുഷ്യനാവുക, അതാണ് നമ്മുടെ അടയാളപ്പെടുത്തൽ. അതിലേക്കുള്ളൊരു തിരിച്ചുവരവാവണം, മനുഷ്യനായി തീരാനുള്ളൊരു മടങ്ങി വരവാവണം സഹോദരങ്ങളെ നമ്മുടെ ഈ വർഷത്തെ ഈ 4 ദിവസത്തെ കൺവെൻഷൻ. അതിന് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ, പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മൾ പരിശുദ്ധാത്മാവിന് വേണ്ടിയൊക്കെ പറയുമ്പോൾ നമ്മൾ ഈ അന്യഭാഷയെക്കുറിച്ച് ഈ പരിശുദ്ധാത്മാവിൻ്റെ ഏറ്റവും വലിയ വര എന്താ? 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൽ ഈ ആത്മീയ വരകളെക്കുറിച്ചൊക്കെ പൗലോസ് പറഞ്ഞതിന് ശേഷം 12-ാം അധ്യായം അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ്? ശ്രേഷ്ഠമായിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് 13-ാം അധ്യായത്തിലേക്ക് പോവുകയാണ്. 13-ാം അധ്യായം വാസ്തവത്തിൽ 12-ന്റെ ഒരു തുടർച്ചയാണ്. ശ്രേഷ്ഠമായ മാർഗം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് സ്നേഹത്തിൻ്റെ സങ്കീർത്തനമായ 1 കൊരിന്ത്യർ 13-ലേക്ക് പൗലോസ് പോവുകയാണ്. അതല്ലേ ഏറ്റവും വലിയ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം? ആത്മാവിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് ആളുകളെ കണ്ടിട്ട്, കാത്തിരിക്കുന്ന ഒരാളോട് ഞാൻ ഈ ചോദ്യം ചോദിച്ചു, നിങ്ങൾ കാത്തിരിക്കുന്ന അന്യഭാഷയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു, രോഗസൗഖ്യവരത്തിന് വേണ്ടി കാത്തിരിക്കുന്നു, അതിനുവേണ്ടി പറയാം. ഞാൻ ചോദിച്ചു, ഒരു നല്ല മനുഷ്യനാകണമേ എന്ന് പറഞ്ഞ് കാത്തിരിക്കുന്ന ആരെയും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. കുറച്ചുകൂടെ സ്നേഹിക്കാൻ കഴിവുള്ള ഒരു മനുഷ്യനായി തീർക്കണമേ എന്ന് പ്രാർത്ഥിച്ച് കാത്തിരിക്കുന്ന ഒരാളെ ഞാൻ ഇതുവരെ കണ്ടില്ലല്ലോ. കുറച്ചുകൂടെ വിശാലമായ മനസ്സ്, എല്ലാവരും ചേർത്ത് നിർത്തുന്ന ഒരു മനസ്സുണ്ടാകുവാൻ പരിശുദ്ധാത്മാവിനെ സഹായിക്കണമെന്ന് ആത്മാവിന് വേണ്ടി കാത്തിരിക്കുന്നത് ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ലല്ലോ. നമുക്കതാവട്ടെ ഈ വർഷത്തെ നമ്മുടെ പ്രാർത്ഥന. പരിശുദ്ധാത്മാവേ, പത്രോസ് പറയാൻ ഞാനൊരു മനുഷ്യനായി തീരാൻ ഈ വർഷം എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ. അതാവണം പ്രാർത്ഥന, അതാവണം നമ്മൾ ഇനിയും ഏതാനും നിമിഷങ്ങൾ ദേവാലയത്തിൽ കൊണ്ടുപോകുന്നത്. എനിക്ക് അനുവദിച്ച സമയം കൃത്യമായി ഞാൻ തീർത്തിരിക്കുന്നു. നമ്മൾക്ക് ഈ 4 ദിവസത്തെ ഈ ചിന്തകൾ സഹോദരങ്ങളെ എല്ലാവരെയും മനുഷ്യരായി തീരാൻ സഹായിക്കട്ടെ. അതിനോടൊരു ദർശനം തകർക്കട്ടെ. നമ്മുടെ മനുഷ്യനായി തീരുന്നതിന് തടസ്സമായി നിൽക്കുന്ന പത്രോസിൻ്റെ പേര് ഉള്ളിൽ നമ്മൾ കൊണ്ടു നടക്കുന്നതായിട്ടുള്ള നമ്മുടേതായിട്ടുള്ള തെറ്റായിട്ടുള്ള മൂല്യബോധങ്ങളും ചിന്തകളും കാഴ്ചപ്പാടുകളും മനോഭാവങ്ങളും സമീപനങ്ങളും ആ വേലിക്കെട്ടുകളെ തകർത്ത് ദൈവമേ എന്നെ ഒരു മനുഷ്യനാക്കി തീർക്കണമേ എന്നൊക്കെ പ്രാർത്ഥിക്കാം. എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എനിക്ക് പ്രകാരം പുനർ കൺവെൻഷനിൽ വന്ന ഈ വർഷം ഈ ചിന്തകൾ പങ്കുവയ്ക്കാൻ അനുവാദം തന്ന സഹായിച്ച പ്രിയപ്പെട്ട മോത്തീസിനോട് എല്ലാവരോടും ഈ 1 മണിക്കൂർ സമയം, ഏകദേശം 1 മണിക്കൂർ സമയം എനിക്ക് കേട്ടിരുന്ന എല്ലാവരോടും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവം നമ്മളെല്ലാവരെയും മനുഷ്യരാക്കി തീർക്കട്ടെ. ആമേൻ.